ഇത് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമാണ്. നമുക്ക് ആ വാക്യം ജസ്റ്റ് ഒന്ന് വായിക്കാം. ഞാനത് കോട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഓക്കെ, 10-11 വാക്യങ്ങൾ. According to the grace of God given to me, like a skilled master builder, I laid a foundation and someone else is building upon it. Let each one take care how he builds upon it. For no one can lay a foundation other than which is laid, which is Jesus Christ. ക്രിസ്തു എന്ന അടിസ്ഥാനം അല്ലാതെ വേറൊരു അടിസ്ഥാനം ഇടുവാൻ ആരെ കൊണ്ടും സാധ്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സഭയിൽ ക്രിസ്തു എന്ന അടിസ്ഥാനം വീണ് കഴിഞ്ഞാൽ ആ അടിസ്ഥാനം അങ്ങനെ കിടന്നോളും. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു ക്രിസ്തു ഒരു അടിസ്ഥാനമായി സഭയുടെ എല്ലാ ശ്വാസത്തിലും ഇല്ല, എല്ലാ ഫങ്ഷൻസിലും ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അപ്പോസ്റ്റോലിക് ഡോക്ട്രിൻ നമുക്ക് അടിസ്ഥാനമായി വരാത്തത് കൊണ്ടാണ്. അങ്ങനെ വരാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ അപ്പോസ്തലിക ഉപദേശം എന്തിനു വേണ്ടിയുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിൽ ഓരോരുത്തരെയും തികഞ്ഞവരാക്കി നിർത്താൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ക്രിസ്തു ആരാണ്? നമ്മൾ ദൈവമായിട്ട് ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നു, രക്ഷകനായിട്ട് മനസ്സിലാക്കുന്നു. അത് 2 രീതിയിൽ മനസ്സിലാക്കുമ്പോഴും ക്രിസ്തു ഇത്തിരി ദൂരെയാണ്. നമ്മൾ ദൂരെ നിന്ന് കർത്താവിനെ നോക്കുന്ന പോലെയാണ്. എന്നാൽ അപ്പോസ്തലിക ഉപദേശം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ദൈവമായ മനുഷ്യനായ രക്ഷകനായ ക്രിസ്തു നമ്മുടെ തന്നെ ജീവനായ ക്രിസ്തുവായി മാറുന്നു എന്നുള്ളതാണ്. ഈ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോഴെന്നാണ് ജീവിപ്പിക്കുന്ന ആത്മാവായി കർത്താവ് നമ്മിൽ വസിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിലേക്ക് പകരുന്ന ആ ഒരു തലത്തിൽ നമ്മൾ കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ അതൊരടിസ്ഥാനമാണ്. അതിനപ്പുറത്തേക്ക് ഒരു പരിജ്ഞാനവുമില്ല. പൗലോസ് പറയാണ്, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എനിക്ക് ഗുണമെന്ന് കരുതിയ സകലത്തിനെയും ഞാൻ തള്ളിക്കളയുന്നു. കാരണം അത്ര പവറാണ്, അത്ര പ്രഷ്യസ് ആണ് ക്രിസ്തു നമുക്ക് ജീവനായി വരുന്ന ഒരു പരിജ്ഞാനം. ഈ പരിജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുവാൻ ഇത്തിരി പ്രയാസമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളുടെ പരിജ്ഞാനം പഠിപ്പിക്കാൻ പറ്റത്തില്ല. പരിജ്ഞാനം ആത്മാവ് തരണം. ഒരു മനുഷ്യനും വേറൊരാളെ പരിജ്ഞാനം പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം പരിജ്ഞാനം എന്ന് പറയുന്ന ആത്മാവിന് മാത്രമേ പറ്റുള്ളൂ. എനിക്ക് പറ്റുന്ന ആകെയുള്ള പണി ഈ അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് തന്നെ അടിസ്ഥാനം ഇടുക, അത് മാത്രമേ ഉള്ളൂ. ഇതിനു മുകളിൽ എങ്ങനെ ജീവിക്കണമെന്ന് ആത്മാവ് നമ്മളോട് പറയണം. പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളത്, ഈ ആത്മാവ് പറയുന്നത് ആത്മാവ് തന്നെയാണോ പറയുന്നത്, പ്രാണനാണോ പറയുന്നത്, നമ്മുടെ ചിന്തയിൽ നിന്ന് വരുന്നതാണോ, ഇതൊന്നും നമുക്കൊരു നിശ്ചയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ അതിനെക്കുറിച്ച് കൊണ്ടൊരു വാക്ക് പറയട്ടെ. കാരണം നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ ഇതെല്ലാം കൂടെ പറഞ്ഞെത്തിക്കണം എന്നുള്ളതുകൊണ്ട് ഈ ഒരു കാര്യം വളരെ നിർണായകമാണ്. ഹൗ ടു ഡിസൈൻ വെദർ സംതിങ് ഈസ് കമ്മിങ് ഫ്രം ദ സ്പിരിറ്റ് ഓർ ഫ്രം ദ സോൾ. എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, ഈ എബ്രായ ലേഖനവും റോമാലേഖനവും അപ്പോസ്തലിക അടിസ്ഥാന ഉപദേശങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ലേഖനങ്ങളാണ്. ഇത് രണ്ടും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ഈ എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 5:11 ഒന്ന് വായിച്ചു നോക്കി. 5:11 ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട് എങ്കിലും നിങ്ങൾ കേൾക്കുവാൻ മാന്ദ്യമുള്ളവരായതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. ഓക്കെ. അപ്പൊ കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ് എങ്കിലും ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. ഓക്കെ. അപ്പൊ പിന്നെ നമുക്ക് എന്ത് വേണ്ടി വരുന്നു? അടിസ്ഥാനമില്ലാത്തത് കൊണ്ട് നമുക്ക് പരിജ്ഞാനത്തിലേക്ക് വളരാനോ ഉപദേശിക്കാനോ പറ്റാത്ത രീതിയിൽ 50 വർഷം കഴിഞ്ഞാലും വിശ്വാസി അങ്ങനെ തന്നെ ഇരിക്കുന്നു. അവർ വേറൊരാളെ ഉപദേശിക്കാനോ ക്രിസ്തുവിൽ നടത്താനോ പ്രാപ്തരാകുന്നില്ല. അവിടെയും പാസ്റ്റർ ചെല്ലണം. കാരണം ഒരു വിശ്വാസി വളർന്ന് ഉപദേഷ്ടാവാകുന്ന രീതിയിലേക്ക് വളരുന്നില്ല. ഈ ഉപദേഷ്ടാവാകുന്ന രീതിയിലേക്ക് വളരണമെങ്കിൽ അവൻ എന്ത് വേണം എന്നറിയാമോ? അവന് ഒരു പരിജ്ഞാന പൂർത്തി. ആ പരിജ്ഞാന പൂർത്തി എന്ന് പറയുന്നത് കർത്താവിലാണുള്ളത്. പക്ഷേ അതിനൊരു സ്റ്റെപ്പുണ്ട്. നമ്മൾ ഈ ലോകത്ത് തരണം ചെയ്യുന്ന ഒരു സ്റ്റെപ്പുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അത് പറഞ്ഞ ശേഷം അത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. 2 ടീച്ചേഴ്സാണ് നമുക്ക് നമ്മുടെ ആത്മീക ജീവിതത്തിലുള്ളത്. ഒന്ന് ബൈബിളാണ്. ഈ ബൈബിളിലൂടെ നമ്മൾ പഠിക്കുന്നതാണ് അടിസ്ഥാനം. ആ അടിസ്ഥാനം ഒരിക്കലും ഇളക്കം വരാൻ പാടില്ല. രണ്ടാമത്തത് കർത്താവ് നമുക്ക് തരുന്ന അനുദിന പരിജ്ഞാനമാണ്. അത് ആത്മാവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ആത്മാവ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിന് വെളിയിൽ നിന്നുള്ള കാര്യങ്ങളല്ല. ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാനും അതനുസരിക്കാനും നമുക്ക് പറ്റണം എന്നുള്ളതാണ്. 1 യോഹന്നാൻ 2:27 പറയുന്നത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നു, ആ അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കുമെന്നാണ്. അതുകൊണ്ട് വേറെ ആരും ഇനി നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഫൗണ്ടേഷൻ വീണ് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെങ്കിലും പഠിപ്പിച്ചില്ലെങ്കിലും ഈ അഭിഷേകം നമ്മളെ പഠിപ്പിക്കും.
പക്ഷേ ഫൗണ്ടേഷൻ ഇല്ലെങ്കിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അഭിഷേകം പഠിപ്പിക്കുന്നതാണോ, എൻ്റെ പ്രാണൻ പറയുന്നതാണോ, എനിക്ക് തോന്നുന്നതാണോ, സൈക്കോളജിക്കൽ ഫീലിംഗ് ആണോ എന്നൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഈ ഫൗണ്ടേഷൻ വീണിരിക്കണം. നമുക്ക് 4:12 വായിക്കാം. എബ്രായ ലേഖനം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വാക്യം, ഒന്ന് വായിക്കാം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ഇരുവായ്ത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അപ്പം ഞാൻ ആദ്യം കേട്ടോണ്ടിരുന്നപ്പോൾ, എനിക്ക് ആദ്യ വചനം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലുള്ള വാളാണ് ബ്രദറെ, അത് പറയുന്നവനെ വെട്ടും കേൾക്കുന്നവനെ വെട്ടും. കേട്ടിട്ടില്ല ഇങ്ങനെ? പക്ഷെ അതിൻ്റെ അർത്ഥം അതല്ല. ഒന്നും കൂടെ സൂക്ഷിച്ച് നോക്കിയാൽ ഈ വചനം എന്ന വാൾ എന്തിനാണ് പ്രയോഗിക്കുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ചിക്കൻ കഴിക്കുമ്പോൾ ഈ ചിക്കനകത്തുള്ള മജ്ജ, മാരോ, അതെങ്ങനെയാണ് കഴിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ കഴിക്കാൻ എന്താ ചെയ്യുന്നത്? സാധാരണ കടിച്ചു പൊട്ടിച്ചിട്ട് ഒറ്റ വലി, അല്ലേ? ഇനി അത് വെന്തില്ലെങ്കിലോ, പച്ചക്കുള്ളവരെല്ലാം ആണെങ്കിൽ നിങ്ങൾ ഈ മാരോ അതിനകത്ത് സെപ്പറേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടി വരും? ഒരു ബ്ലേഡ് എടുത്ത് കട്ട് ചെയ്താലും, എത്ര ഷാർപ്പായിട്ടുള്ള സർജിക്കൽ നൈഫ് ഉപയോഗിച്ചാലും കുറച്ച് റെഡ് അപ്പുറത്തും കുറച്ച് വൈറ്റ് ഇപ്പുറത്തും വരും. കാരണം മാരോയെ അതിനകത്ത് സെപ്പറേറ്റ് ചെയ്യാൻ വേഗാത്തിടത്തോളം കാലം പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ അസ്ഥിയിൽ നിന്ന് മജ്ജയെ, സന്ധിയിൽ നിന്ന് മജ്ജയെ വേർതിരിക്കണമെങ്കിൽ ഒന്ന് ആലോചിക്കണം. ബൈബിളിൽ വരുന്ന ഒരു പരിജ്ഞാനത്തിൻ്റെ തലം എന്താണെന്ന്. സന്ധിയെ മജ്ജയിൽ നിന്ന് വേർതിരിക്കണമെങ്കിൽ ലോകത്തിൽ ഏറ്റവും ഷാർപ്പസ്റ്റ് ആയിട്ടുള്ള ആയുധം ആവശ്യമാണ്. അതിനേക്കാൾ മൂർച്ചയേറിയ ഒരായുധമുണ്ടെങ്കിലേ നമ്മുടെ പ്രാണനിൻ്റെ വരുന്ന ചിന്തകളും ആത്മാവിൽ നിന്ന് വരുന്ന ചിന്തകളും വിവേചിക്കാൻ സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഏതിരുവായ്ത്തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും ഇങ്ങനെ രണ്ടായി വിഭജിച്ച് കാണിക്കാൻ കഴിവുള്ളതുമായ വാൾ. അപ്പം ദൈവത്തിൻ്റെ വചനം എന്ന വാൾ എന്ത് ചെയ്യുന്നു? നമ്മളതിൽ അഭ്യാസം തികഞ്ഞവരാകണമെന്ന് 5ന്റെ അവസാനം വരുമ്പോഴേക്കും പറഞ്ഞത്. അതായത് ഈ വചനം ഉപയോഗിക്കുന്നതിൽ അഭ്യാസം തികഞ്ഞവരായാൽ മാത്രമേ നമുക്ക് ഉപദേഷ്ടാവ് എന്ന തലത്തിലേക്ക് ആളുകൾക്ക് ഇത് വ്യാഖ്യാനിച്ചു കൊടുക്കാനും പഠിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അഭ്യാസം തികഞ്ഞവരാണെങ്കിൽ എന്ത് വേണം? വചനം നല്ലതുപോലെ അറിയണം. ഈ വചനം വാളായി നമ്മുടെ ഹൃദയത്തെ തന്നെ വിവേചിക്കാനും, നമ്മുടെ ഭാവങ്ങളെ വിവേചിക്കാനും, ചിന്തനങ്ങളെ എന്തൊക്കെയാണെന്ന് വിവേചിക്കാനും വചനം കൊണ്ട് തേർഡ് പാർട്ടി വിവേചിക്കുന്ന പോലെ നമ്മൾ വിവേചിക്കണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നൊരു കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആന്ധ്രാപ്രദേശിലായിരിക്കുമ്പോൾ, നമ്മുടെ വിഷയത്തിലേക്ക് വരും, ഈ ഒരൊറ്റ കഥ ഞങ്ങളെ പറഞ്ഞിട്ട് ഞാൻ അതുകൊണ്ട് പോവാണ്. ആന്ധ്രാപ്രദേശിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഭയങ്കരമായ ദാരിദ്ര്യാവസ്ഥയിൽ ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അന്നാ ഞങ്ങളുടെ വീട്ടിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാനൊരു ചെയർ തരാനോ അല്ലെങ്കിൽ ഒരു ചായ ഇട്ട് തരാനോ ഒന്നും കഴിയുമായിരുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അയൽവക്കത്ത് ഷോപ്പിൽ ഒരു 40 രൂപ കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ദാരിദ്ര്യം. അത് ഒരു ദിവസമൊന്നുമല്ല, എത്രയോ വർഷങ്ങൾ അങ്ങനെയായിരുന്നു. അതായത് 2, 3, 4, 5 മേ ബി അതിൽ കൂടുതൽ, ഒരു 5 വർഷമെങ്കിലും ആ ഒരു അവസ്ഥയിലൂടെ ഞങ്ങൾ പോയത്. അപ്പോൾ ഒരു ദിവസം ഞാനൊരു സ്വപ്നം കാണുക രാത്രിയിൽ. ഈ സ്വപ്നത്തിൽ ഞാൻ ഭയങ്കര കഷ്ടം നിറഞ്ഞൊരു വഴിയിലൂടെ, കല്ലും മുള്ളും നിറഞ്ഞ പാറ മുകളിലൂടെ ഇങ്ങനെ നടന്ന് കയറുക. സ്വപ്നത്തിലാണ്. അപ്പോൾ ആ കല്ലിനിടയിലൂടെ ഞാൻ നോക്കിയപ്പോൾ ഒരു നല്ല റോഡ് ഇതിന് പാരലായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ സ്വപ്നത്തിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്കൊരു വഴി തുറന്നു തന്നതിനായിട്ട് സ്തോത്രം. എങ്ങനെയുണ്ട്? ആശ്വാസമായില്ലേ? കണ്ണു തുറക്കലും ദൈവത്തിൻ്റെ വചനം എന്ന വാള് ഒരൊറ്റ മുറിക്കലായിരുന്നു. നാശത്തിലേക്കുള്ള വഴി വിശാലവും അതിലെ കിടക്കുന്നവർ അനേകരുമാകുന്നു. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു വലിയ പ്രലോഭനം വരുന്നു. പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കും. കാരണം അത്ര ദാരിദ്ര്യമുണ്ട്. പിടിച്ചു നിന്നേ പറ്റുള്ളൂ. പിന്നെ വന്നതൊരു ഭയങ്കര പ്രലോഭനമായിരുന്നു. അമേരിക്കയിൽ നിന്ന് ഒരു ടീം വന്നിട്ട് ചെക്ക് ബുക്ക് എൻ്റെ മുമ്പിലോട്ട് ഇട്ട് പറയാണ്, നിങ്ങൾക്ക് ഓങ്കോളിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ, കണക്ക് മാത്രം കൃത്യമായിട്ട് തന്നാൽ മതി, ഞങ്ങൾക്ക് നിങ്ങളെ അത്ര വിശ്വാസമാണ്. എനിക്കിത് വാങ്ങിക്കാൻ പറ്റില്ല. കാരണം എന്താ? മുന്നറിയിപ്പ് കിടക്കുകയാണ്. വചനം എന്ന വാളെടുത്ത് ഒരൊറ്റ പ്രയോഗം. അത് ഞാൻ അറിഞ്ഞോണ്ടല്ല,
അന്ന് ഞാൻ യെസ് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഒരു ചിൽഡ്രൻസ് ഹോം ഒക്കെ നടത്തി, ഒരു HIV കെയർ സെൻ്ററൊക്കെ നടത്തി, സ്കൂളൊക്കെ നടത്തി അവിടെ ഇരുന്നേനെ. അത് പോട്ടെ, ജീവിതം അവസാനിക്കാൻ നേരത്തെ ഞാൻ ഇങ്ങനെ പറഞ്ഞേനെ, പ്രായമാകുമ്പം ഒന്നുമില്ലാത്തവനായി ഞാൻ ആന്ധ്രയിലേക്ക് വന്നു, ദൈവം എന്നെ നടത്തി ഇത്രത്തോളം നടത്തി. എന്തുവാ ഈ കെട്ടിടം, അധികാരം, ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം, ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന പൂച്ചെണ്ട്, മാല, ഇതൊക്കെ അങ്ങ് കിട്ടിക്കഴിയുമ്പോഴേക്കും ഞാൻ എന്താ വിചാരിക്കുന്നത്, ദൈവം നടത്തിയെന്നാണ്. പക്ഷെ അന്ന് ആ വാളങ്ങനെ കടന്നു പോയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും കർത്താവ് എന്നെക്കുറിച്ച് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവത്തില്ലായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്, കർത്താവെ നീ നിന്റെ വചനം പറഞ്ഞു പിന്നെയും ഇടുക്ക് വഴിയിലൂടെ ജീവിതകാലം മുഴുവൻ നടക്കാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം പിന്നെയാണ് അത് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രാണനിൽ നിന്ന് വന്നതാണോ ആത്മാവിൽ നിന്ന് വന്നതാണോ എന്ന് വിവേചിക്കാൻ കഴിയുന്ന രീതിയിൽ വചനത്തിൽ നമ്മൾ അഭ്യസനമുള്ളവരും വചനം പഠിച്ചവരുമായാൽ ക്രിസ്തു എന്ന അടിസ്ഥാനത്തെ മറിച്ച് കളയുന്ന ഒരു ശുശ്രൂഷയും നിങ്ങൾക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റിയില്ല. അവരെ നിങ്ങൾ പെട്ടെന്ന് വിവേചിക്കും. കഴിഞ്ഞ ദിവസം ഒരു പ്രവാചകൻ ഒരു കുട്ടിയോട് ഇങ്ങനെ പ്രവചിച്ച് എന്തൊക്കെ പറഞ്ഞെന്ന് ഒരാൾ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആ പ്രവാചകൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ 1, 2, 3, 4 പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെ ചെയ്സങ്ങളിൽ പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, പറയാൻ പറ്റും. പറഞ്ഞു 3, 4 കാര്യങ്ങൾ എല്ലാം അതുപോലെ തന്നെയായിരുന്നു. പുള്ളി ഇതെങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞ ആത്മാവ് ഇത്രയേ ഉള്ളൂ. ആ ആത്മാവിനെ നമ്മൾ നേരത്തെ വിവേചിച്ച് വെച്ചിരിക്കുകയാണ്, കാരണം അതിന് ഇത്രേ പറയാൻ കപ്പാസിറ്റി ഉള്ളൂ. ഇത് വിവേചിക്കാൻ എന്തു വേണം? ഈ വചനത്തിൻ്റെ ഫൗണ്ടേഷൻ വേണം. ഈ വചനത്തിൻ്റെ ഫൗണ്ടേഷനിലേക്ക് നമ്മൾ പോകാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മളങ്ങ് ഫ്ലാറ്റായിട്ട് വീഴുക. ഒന്നും കൂടെ ആലോചിക്കണ്ടേ, ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുമോ? ദൈവത്തിൻ്റെ ആത്മാവ് പറയുമോ ഈ ദാരിദ്ര്യമായ ഈ ജീവിതം, ഈ കഷ്ടതയുള്ള ജീവിതം ശാപമാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുമോ? നിങ്ങളെല്ലാവരും സമ്പത്തുണ്ടാക്കി ഇഷ്ടംപോലെ കാശുണ്ടാക്കണം ദൈവത്തിൻ്റെ ആത്മാവ് പറയും. ക്രിസ്തു നിന്നയും ചുമന്ന് നടന്ന ഈ സ്ഥലത്ത് നിങ്ങൾക്ക് മാനം കിട്ടുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിക്കുമോ? നിങ്ങൾക്ക് വിശാലമായൊരു വഴി തുറക്കുമെന്ന് പ്രവാചകൻ പറയുമ്പം ഇടുക്ക് വഴി എപ്പോൾ തുറക്കുമെന്ന് തിരിച്ചു ചോദിച്ചാൽ പിന്നെ അയാൾ പ്രവചിക്കാൻ വരില്ല. ഇത് വചനം അറിയാത്തതുകൊണ്ട് നമ്മളെല്ലാവരും തെറ്റിപ്പോയൊരവസ്ഥയിലാണ് ഇന്ന് പെന്തക്കോസ്തിൽ. കാരണം വചനം എന്ന അടിസ്ഥാനം ഒരു സഭയിലും ഈ അപ്പോസ്തല ഉപദേശങ്ങൾ പഠിപ്പിക്കപ്പെടുന്നില്ല. ഇറ്റ്സ് എ വെരി സാഡ് ഫാക്ട്. അടുത്ത ജനറേഷൻ നമ്മുടെ പിള്ളേർക്ക് ഒരു വക കർത്താവിനെ കുറിച്ച് അറിയാൻ വയ്യായിരിക്കും. മറ്റുള്ള ദൈവങ്ങളുടെ മൂർത്തികളെ പോലെ നമുക്കും ഒരു മൂർത്തിയുണ്ട്, പേര് യേശു ക്രിസ്തു. എന്താ പ്രയോജനം? അവരും പ്രാർത്ഥിക്കും, ഞാനും പ്രാർത്ഥിക്കും. ചിലപ്പോൾ അവരുടെ പ്രാർത്ഥന അവരുടെ മൂർത്തി കേൾക്കും, എൻ്റെ പ്രാർത്ഥന എൻ്റെ മൂർത്തി കേൾക്കും. ഈ ഒരു ഗ്ലോറിഫൈഡ് ഐഡൽ എന്നുള്ളതിനേക്കാൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു ജനറേഷനാണ് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത്. അതിന് കാരണം ഈ ഫൗണ്ടേഷൻസ് എത്താത്തത് കൊണ്ടാണ്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഇന്നലെ നമ്മൾ പറഞ്ഞത് ഈ വിശ്വാസത്താലുള്ള നീതിയെക്കുറിച്ച്. ഓക്കെ, എങ്ങനെയാണ് വിശ്വാസം നമുക്ക് നീതിയായി വരുന്നത് എന്ന വിഷയമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, റോമാലേഖനം 5-ാം അധ്യായത്തിൽ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് ഏകന്റെ അനുസരണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ പൊട്ടിലേക്ക് എറിഞ്ഞ് ഇന്നലെ വന്നവർക്ക്. ഓക്കെ, എന്നിട്ട് നമ്മൾ വേറൊരു കാര്യം കൂടെ കണ്ടു. ന്യായപ്രമാണം കൊണ്ട് ഒരാൾ നീതിമാനാകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ ക്രിസ്തു മരിച്ചപ്പോൾ നമ്മളും അവൻ്റെ കൂടെ എന്താ പറഞ്ഞത്? മരിച്ചു. അത് ക്രിസ്തുവിൻ മരിച്ചപ്പോൾ പാപത്തോട് മാത്രമല്ല മരിച്ചത്, പിന്നെ നമ്മൾ ഇന്നലെ കണ്ടൊരു കാര്യം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു എന്നാണ്. ഓർമ്മയുണ്ടോ ന്യായപ്രമാണം എന്ന ഭർത്താവിനെ? ഓക്കെ, ഈ ന്യായപ്രമാണം എന്ന ഭർത്താവിന് എന്തുകൊണ്ടാണ് എന്നെ നന്നാക്കാൻ പറ്റാഞ്ഞത്? എന്തായാലും ന്യായപ്രമാണം നല്ലതുപോലെ ട്രൈ ചെയ്യുന്നുണ്ട് നന്നാക്കാൻ, പ്രത്യേകിച്ച് മലയാളികൾക്ക്. ലോകത്തിൽ വസ്ത്രധാരണത്തെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചും ബൈബിളിൽ പറയാത്ത നിയമങ്ങളുള്ള 2 ഗ്രൂപ്പ് എന്ന് പറയുന്നത് യഹൂദന്മാരും മലയാളികളുമാണ്. വേറെ ലോകത്തിൽ ആർക്കും നിറത്തെക്കുറിച്ചോ വസ്ത്രധാരണത്തിൽ നിറത്തെക്കുറിച്ചോ ഫുൾ സ്ലീവ് എന്നോ മീശ വേണോ വേണ്ടോന്നോ ആഭരണം ഇടണോ ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നും വേറെ ലോകത്തിലൊരു ചർച്ചയിലും ഇല്ല, ഈ മലയാളികൾക്കും യഹൂദന്മാർക്കും അല്ലാതെ. ഇവർ 2 പേരും യഹൂദന്മാരും മലയാളികളും എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നറിയാം. യഹൂദന്മാരും മലയാളികളും
ദൈവത്തിൻ്റെ നീതി ഞങ്ങൾ പണ്ടേ വിട്ടു, സുവിശേഷം മിണ്ടാറില്ല, ഉപദേശം പറയാറില്ല. ഇനി ഞങ്ങൾ നോക്കുന്നത് ഞങ്ങളുടെ നീതി വെച്ചൊന്ന് ജീവിച്ച് നോക്കാം. എന്നിട്ട് കർത്താവിനോട് പറയാം, കർത്താവേ ദൈവത്തിൻ്റെ നീതി ഞങ്ങൾ വിട്ടതാണ്, നടപ്പാവൂല. നീ അനുസരിക്കാൻ പറ്റാത്ത നിയമങ്ങളൊക്കെ തന്നെ ഞങ്ങൾ എങ്ങനെ നീതിമാന്മാരാവാനാ? ഞങ്ങൾ ഞങ്ങളുടെ ഒരു നീതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞങ്ങൾ ആശുപത്രി പോകില്ല, ഞങ്ങൾ വെള്ളവസ്ത്രം ധരിക്കും, ഞങ്ങൾ ആഭരണം ഊരും. അങ്ങനെ ഒരു നീതി ഉണ്ട്. ഞങ്ങളെ നീതീകരിക്കൂ, ഞങ്ങളെ നീതീകരിക്കൂ, ഞങ്ങളെ നീതിമാനെന്ന് പറയൂ. ഇതാ ഞാൻ വേണമെങ്കിൽ വെള്ള മാസ്കും കൂടെ വെച്ച് നിന്റെ മുമ്പിൽ ഒന്ന് നിൽക്കാം. നീതിമാനെന്നൊന്ന് വിളിക്കൂ. കർത്താവ് പറയും പോയി പണി നോക്കണമെന്നല്ലേ. കാരണം അവൻ്റെ നീതി അല്ലാതെ വേറൊരു നീതിയും ഇത് ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ അതേ പറ്റാണ് ഇന്ന് മലയാളികൾക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് അവസാനം ഇല്ലാതായിപ്പോൾ. ഇത് ശരിക്കും ഇതെനിക്ക് കാണാം, ഈ സംഭവിക്കുന്ന കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ സംഭവിക്കുന്ന കാണുന്നില്ലായിരിക്കും. ഞാൻ ഈ പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങുന്നതുകൊണ്ട് ഇത് കാണുന്നുണ്ട്. ക്രിസ്തു ഇല്ല. ഞായറാഴ്ച ചർച്ചിൽ വരുന്നു, 2 പാട്ട് പാടുന്നു, സങ്കീർത്തനം നിന്ന് വായിക്കുന്നു, ദാവീദിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു, സാക്ഷ്യം പറയുന്നു, മോശയെക്കുറിച്ച് പ്രസംഗിച്ച് അന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. വേർ ഈസ് ക്രൈസ്റ്റ്? എത്ര നാളുകൾ? ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഈ കൽപ്പനകൾ അനുസരിച്ച് കൊണ്ടുള്ളൊരു നീതി എന്തുകൊണ്ടാണ് തോറ്റുപോകുന്നത് എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ വിഷയം. റോമാലേഖനം 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. പതുക്കെ വായിക്കാം. നിങ്ങൾ ന്യായപ്രമാണത്തെ കുറ്റം പറയരുത് കേട്ടോ. ആദ്യത്തെ ഭർത്താവിനെ കുറ്റം പറയരുത്. അതാരായിരുന്നു? ന്യായപ്രമാണം. ന്യായപ്രമാണത്തിന് യാതൊരു കുഴപ്പമില്ല. ആള് ഡീസൻ്റാണ്, ശരിയല്ലേ? മര്യാദക്കാരനാണ്, ഒരു തെറ്റും ചെയ്യാത്ത ആളാണ്. തന്നെയുമല്ല ദൈവം കൊടുത്തതുമാണ്. അതിന് നമ്മൾ അവഗണിക്കാൻ പാടില്ല. ന്യായപ്രമാണം നമ്മൾ ബഹുമാനിക്കേണ്ട കാര്യമാണ്, ആത്മീകമാണ്. അടുത്തത് പ്രശ്നം ആരാന്നറിയോ? ഈ വിശുദ്ധമായ ന്യായപ്രമാണം കിട്ടിയ ഞാനാണ് പ്രശ്നം. എനിക്കെന്താണ് പ്രശ്നം? ഞാൻ ജഡമയനാണ്. അടുത്തത് പാപത്തിന് ഒരടിമയായി വിൽക്കപ്പെട്ടവൻ. അതായത് എനിക്ക് സ്വന്തം വില്ലെന്ന് പറയുന്നൊരു സാധനം ഇവിടെ കണ്ടോ. ഈ വില്ലെന്ന് പറയുന്നത് മുഴുവൻ പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുക. ഞാൻ എന്ത് ചെയ്താലും പാപമായിട്ടാണ് വരുന്നത്, നന്മ ചെയ്താലും പാപമായിട്ടാണ് വരുന്നത്. ആർക്കെങ്കിലും 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 5 രൂപ കൊടുത്ത് എൻ്റെ മൈൻഡ് ഇങ്ങനെ കിടക്കും, ഞാൻ അവൻ 5 രൂപ കൊടുത്തു, അത് പാപമായിട്ടാണ് വരുന്നത്. അയാൾ നിങ്ങളോട് തിരിച്ച് 2 വർത്താനം പറഞ്ഞു കഴിയുമ്പോൾ ഉള്ളിലേക്ക് ദേഷ്യം വരും. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ 2 ഭിക്ഷക്കാർ വന്ന് വിചാരിച്ചു. ഒരാൾ വന്ന് നിങ്ങൾ 10 രൂപ കൊടുത്തു, വേറെ ആൾക്ക് ഒന്നും കൊടുത്തില്ല. 2 പേര് നിങ്ങളെ തിരിഞ്ഞ് നിന്ന് ചീത്ത പറഞ്ഞു. ആര് ചീത്ത പറയുമ്പോൾ നിങ്ങൾ കൂടുതൽ വിഷമം ഉണ്ടാകുന്നത്? നിങ്ങൾ പൈസ അങ്ങോട്ട് കൊടുത്ത ആൾ തിരിച്ച് നിങ്ങളെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ ഈ മിഷൻ മുതലാളിമാർ കുറച്ച് പേരുണ്ട്. നിങ്ങൾ അധ്വാനിക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, അതിൻ്റെ ചെറിയ പങ്ക് മിഷണറിമാർക്ക് അയച്ചു കൊടുക്കുന്നു. പിന്നെ മിഷണറിമാർ രാവിലെ എഴുന്നേറ്റ് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതെന്ന് അറിയാതെ നിങ്ങൾക്ക് സമാധാനമില്ല. എൻ്റെ കാശ് ദൂർത്തടിക്കുന്നുണ്ടോ? അവരെങ്ങാനും ഇറച്ചി വാങ്ങിച്ചോ? കഴിഞ്ഞ ദിവസം അതായത് ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ അങ്ങ് വിടുകയല്ല, അവരുടെ പുറകെ നടക്കും. കാരണം റിപ്പോർട്ട് എവിടെ? ഞാൻ നമ്മുടെ സഹോദരങ്ങൾ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോ, അവിടെ ചെന്ന് ഒന്നും ചെയ്യണ്ട, കർത്താവ് ചെയ്തോളും. ഒരിക്കലും റിപ്പോർട്ട് ചോദിക്കില്ല. പോകാനെങ്കിലും അവർക്ക് കഴിഞ്ഞല്ലോ. നമ്മളിവിടെ ചുമ്മാ ഇരിക്കുമ്പം അവർ വടിയും കുത്തിപ്പിടിച്ച് പോയല്ലോ. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഈ പൈസ കൊടുക്കുന്ന ആൾക്കാരെക്കാളും കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാണ് അവിടെ കിടക്കുന്നത്. വിശ്വാസമില്ല കൊടുക്കേണ്ടത്, എന്തിനാ കൊടുക്കും? ഇത് കൊടുത്തിട്ട് അവരുടെ പറയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ നിന്നൊരു മിഷണറി ഞങ്ങളുടെ വീട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞു അവർക്ക് അമേരിക്കയിൽ നിന്ന് 15,000 രൂപ വെച്ച് മാസം കൊടുക്കുന്നുണ്ട്. 7,000 രൂപ റെൻറ്റ്, 8,000 രൂപ. അപ്പം പുള്ളി പറഞ്ഞു ഞാൻ പരിപാടി നിർത്തി, ഞാൻ ഇനി മിഷണറി വേലക്കേ ഇല്ല, ഇനി ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകാൻ ദൈവം വിട്ടാലേ പോകുന്നുള്ളൂ. അപ്പം ഞാൻ എന്താ കാര്യം? എല്ലാ ദിവസവും റിപ്പോർട്ട് ഉണ്ടാക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തായിരുന്നു കഴിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കി. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ, അല്ലേ? ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും വളരെ മനോഹരമായ സ്വർണ്ണക്കൂട്ടിലിട്ട് അടച്ചാലും ഇഷ്ടംപോലെ ഡോളർ വരുന്ന സ്വർണ്ണക്കൂടാണെങ്കിലും ബന്ധനം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയും ഈ പൈസ കൊടുക്കുന്ന ആൾ ചെല്ലുമ്പം പറയും ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത്? അവർ പറയും സാർ കാരണം അവൻ ആരെയാണ് ബഹുമാനിക്കുന്നത്? അവർ ബഹുമാനിക്കുന്നത് നിങ്ങളെയല്ല, ഈ മാമോനെയാണ്. മാമോൻ ഈസ് ഓണേഡ് ദെയർ ഇൻ ദ ഫീൽഡ്. എന്തുകൊണ്ടാണ് നമ്മളെ ബഹുമാനിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മൾ അവരെക്കാളും നല്ല മിഷണറിമാരായതുകൊണ്ടല്ല, അവരെക്കാളും എക്സ്പീരിയൻസ് ഉള്ളവരായതുകൊണ്ടോ അവരെക്കാളും ദൈവത്തെ അറിഞ്ഞവരായതുകൊണ്ടോ അല്ല. നമ്മുടെ മാമോൻ അവരുടെ കയ്യിൽ കിടന്ന് പിടയ്ക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല.
സോ വി വാണ്ട് ടു കൺട്രോൾ ദം. പ്രിയ സഹോദരങ്ങൾ, ഇന്ന് മിഷൻ ഫീൽഡിനെ കൺട്രോൾ ചെയ്യുന്നത് വിഷൻ അല്ല, മണിയാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയോ? അവരിവിടെ നിന്ന് 5000 രൂപ മേടിക്കും, എന്നിട്ട് അടുത്ത മിഷൻ സ്റ്റേഷനിൽ ചെന്ന് വേറെ മിഷൻ സംഘടന അവിടെ നിന്ന് 5000 മേടിക്കും, എല്ലായിടത്തും 5000 രൂപ മേടിക്കും. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ബീഹാറിൽ ചെന്നപ്പം അവിടെ ഒരു സഹോദരൻ പറഞ്ഞു, ഞാനൊരു മിഷൻ സംഘടന വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, ചൂഷണം മനസ്സിലായപ്പോൾ വിട്ടു. അപ്പോൾ ഞാൻ ഇപ്പം എന്താ ചെയ്യുന്നത്? ഇപ്പം ഞാൻ രാവിലെ പോയി അധ്വാനിക്കും, കേത്തി കരുങ്ക കൃഷി ചെയ്യും, എന്നിട്ട് അതിൻ്റെ വരുമാനം ഞങ്ങൾക്ക് മാസം 20,000 രൂപ വെച്ച് കിട്ടും. എൻ്റെ കൂടെ 18 പാസ്റ്റർമാരുണ്ട്, 18 പേരും കഠിനാധ്വാനം ചെയ്യുകയാണ്, ചെരുപ്പ് കുത്തി വരെ ഉണ്ട്. എന്നിട്ട് വൈകിട്ട് 6 മണി കഴിയുമ്പോൾ ഒരു സുവിശേഷം പറയും, മീറ്റിംഗ് നടത്തും. 6-5 പൈസ വേണ്ട. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം അവർ പറയുന്ന 6 മണി കഴിയാതെ ആരും വീട്ടിൽ കാണുകയല്ല. എന്തിനാണ് ഒരു ഫുൾ ടൈം ഒരാൾ പോയി ചുമ്മാ അവിടെ ഇരിക്കുന്നതാണ് ഈ ബീഹാറിൽ അവർ ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ പണം എന്ന് പറയുന്ന ഒരു സാധനം നശിപ്പിച്ച് ഇത് കൊടുത്തവരുടെ ഗമയാണ്, അത് ആ കൊടുത്തവരുടെ നിയന്ത്രണങ്ങളാണ്. ഓക്കെ, അത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളൊക്കെ കൊടുക്കുന്നവരായിരിക്കും, വിഷമിച്ച് കാണും, സാരമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നന്മ ചെയ്താലും അത് എങ്ങോട്ടായി പോകുന്നത്? അതെല്ലാം നമ്മുടെ ജഡത്തിൻ്റെ അക്കൗണ്ടിലാണ്. കാരണം ഞാൻ ജഡമയനും പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനും ആയതുകൊണ്ട് എൻ്റെ പണത്തേക്കാൾ കൂടുതൽ ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല. അടുത്ത വാക്യം. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ഈ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപമാണോ അറിയാതെ ചെയ്യുന്ന പാപമാണോ ഗുരുതരം? എന്നോട് കേൾക്കണേ. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപമാണോ അറിയാതെ ചെയ്യുന്ന പാപമാണോ ഗുരുതരം? ആ വാക്ക് ശ്രദ്ധിക്കണം, ഗുരുതരം. ഏതാ? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ? ഓക്കെ. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾക്ക് ഒരു വലിയ ഗുണമുണ്ട്. എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇതെൻ്റെ ഫോൺ അല്ലെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതിവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ പറയാണ്, ഓക്കെ, ഞാനിത് ആരും കാണുന്നില്ലെങ്കിൽ ഞാനിത് അടിച്ചുകൊണ്ട് പോകാൻ തീരുമാനിക്കുകയാണ്. ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അറിയാതെ ചെയ്യുന്നതാണോ? അറിഞ്ഞുകൊണ്ട് ചെയ്യും. ഈ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപത്തിൻ്റെ പ്രത്യേകതയുണ്ട്, വേണമെങ്കിൽ അത് ചെയ്യണ്ടെന്ന് വെക്കാനുള്ള ഫ്രീ വിൽ എനിക്കുണ്ട്. ശരിയാണോ? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപത്തിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ നിയന്ത്രണം ആരുടെ മേലാണ്? എൻ്റെ മേൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് അതിന്മേലൊരു അധികാരമുണ്ട്, എനിക്ക് വേണേൽ ചെയ്യാതിരിക്കാം. ശരിയല്ലേ? എന്നാൽ അറിയാതെ ചെയ്യുന്ന പാപമോ? അതാ പൗലോസ് പറയുന്നത്, എന്താ ചെയ്യുന്നതെന്ന് പോലും ഞാൻ അറിയുന്നില്ല. കാരണം അത് പ്രവർത്തിക്കുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. എന്നിൽ വസിക്കുന്ന പാപം എന്ന യജമാനൻ എന്നെ ഉപയോഗിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ ശത്രു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരാളെ മനസ്സിൽ സങ്കല്പിച്ച് പെട്ടെന്ന് കിട്ടിയോ? ഞാൻ സഹായിക്കണോ? കിട്ടിയോ? ഓക്കെ. നിങ്ങൾ വിചാരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം കർത്തൃമേശ എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സെറ്റായി എന്നാണ്. പക്ഷെ ആയിട്ടില്ല. കാരണം കർത്തൃമേശ എടുത്ത് 2-3 ദിവസം കഴിഞ്ഞപ്പം ആ പഴയ ഇഷ്യൂസ് എല്ലാം പിന്നെ ഉണ്ടായി വന്നു. ഇനി അടുത്ത കർത്തൃമേശയ്ക്ക് വേണമെന്ന് കരഞ്ഞൊന്ന് റെഡിയാവാൻ. പക്ഷെ അതൊന്നും റെഡിയാവാനൊന്നും പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ എത്ര നിയന്ത്രിച്ചാലും വേണ്ടാന്ന് പറഞ്ഞാലും അയാളുടെ മോന്ത കാണുമ്പം എൻ്റെ ഉള്ളിൽ പല ഹോർമോണുകളുണ്ടാവും. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്ന ഹോർമോണല്ല, അത് ഞാൻ അറിയാതെ ഉണ്ടാകുന്നത്. അത് ആ ഹോർമോണുകളിലേക്ക് വരുമ്പോൾ അഡ്രിനാലിനാണ് വരുന്നതെങ്കിൽ 2 പൊട്ടിക്കാൻ തോന്നും. പക്ഷെ പൊട്ടിച്ച തിരിച്ച് കിട്ടുമെന്ന് പേടിച്ച് പൊട്ടിക്കില്ല. അത് കൂടി മാനസിക രോഗമാകുന്ന അവസ്ഥ വരും. ഈ മറ്റുള്ളവരോടുള്ള ദേഷ്യവും വെറുപ്പും നമ്മുടെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ വളർന്ന് നമ്മളറിയില്ല, ഇത് വളർന്ന് അത് മാനസിക രോഗം പോലെയാവും. അപ്പം സൈക്കോളജിസ്റ്റ് എടുത്തുകൊണ്ട് പോകും. സൈക്കോളജിസ്റ്റ് എടുത്ത് ചെല്ലുമ്പോൾ പുള്ളി ഓരോ ചാക്ക് എടുക്കുക, ചാക്കിനകത്ത് മണൽ നിറയ്ക്കുക, മണൽ നിറച്ചിട്ട് അത് അമ്മായിയമ്മ എന്ന് എഴുതി വയ്ക്കുക, എന്നിട്ട് ഇടിക്കുക, ആ ദേഷ്യം മുഴുവൻ തീർക്കുക. അതിനെ കത്താർസിസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസ് മുഴുവൻ ഇങ്ങനെ പൊക്കോളും. എങ്ങനെയുണ്ട് ഐഡിയ? ഇത് നമ്മുടെ ഉള്ളിൽ ബിൽഡായി വരുന്നത് നമ്മൾ അറിയത്തില്ല. അപ്പം എൻ്റെ പല പ്രവൃത്തികളും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പാപമെന്ന യജമാനൻ എന്നിൽ വസിക്കുന്നിടത്തോളം കാലം എനിക്കത് സെൻസ് ആകുന്നുണ്ട്. ഉണ്ട്, പാപമുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, എന്നിൽ നിന്നത് അറിയാതെ വരുന്നതാണ്. അടുത്ത വാക്യം. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, എനിക്കിങ്ങനെ ആവണമെന്ന് ഒരു താല്പര്യമില്ല കേട്ടോ. എനിക്ക് നല്ല വിശുദ്ധനായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹം. പക്ഷേ ഇച്ഛയ്ക്ക് വിരുദ്ധമായി എന്നിൽ വസിക്കുന്ന ഹോർമോണുകൾ, എൻ്റെ സഹജ സ്വഭാവങ്ങൾ, മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, ശാരീരികമായ ദാഹങ്ങൾ, ഇതെല്ലാം കൂടെ വന്ന്
എൻ്റെ ഇച്ഛയ്ക്കെതിരെ എന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുകയാണ്. അടുത്ത വാക്യം. ഞാൻ ഇച്ഛിക്കാത്ത, അതാണ് അനൈച്ഛിക പാപങ്ങൾ. അതായത് സ്വന്തം ഇഷ്ടത്തോടെ ചെയ്യുന്നതല്ല, സ്വന്തം വില്ലിൽ ചെയ്യുന്നതല്ല, വില്ലില്ലാതെ വരുന്ന പാപങ്ങൾ. ഓക്കെ, അതിനർത്ഥം എന്താണ്? എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ന്യായപ്രമാണത്തോട് എഗ്രി ചെയ്യുന്നുണ്ട്, ഞാൻ പറയാണ് നല്ലതാണ്, പക്ഷെ എൻ്റെ ശരീരം കൊണ്ട് ഞാനതിനെ ധിക്കരിക്കുകയാണ്. കാരണം ശരീരം കൊണ്ട് വരുന്ന ഹോർമോണുകൾ, വികാരങ്ങൾ, ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു? എനിക്കിത് അനുസരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു. അടുത്ത വാക്യം. അപ്പൊ എന്നിൽ വസിക്കുന്ന പാപമെന്ന യജമാനൻ ഞാൻ അറിയാതെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഈ പാപപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ വേണേൽ നമുക്ക് അനുതപിക്കാം. പക്ഷെ അറിയാതെ വന്നുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ, അതായത് പാപപ്രകൃതത്തെ എന്ത് ചെയ്യണം? അടുത്ത വാക്യം. അപ്പൊ എൻ്റെ ശരീരത്തിൽ, എൻ്റെ ജഡത്തിൽ എന്തില്ല? നന്മ വസിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്താലും അത് എന്തായിട്ടേ വരുള്ളൂ? തിന്മയായിട്ട് മാത്രമേ വരുള്ളൂ. അടുത്ത വാക്യം. നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കർത്താവിനെ പോലെ ആകണമെന്ന് ആഗ്രഹമുണ്ടോ? ആർക്കറിയാം, ഉണ്ടോ? ഓക്കെ, പക്ഷെ പറ്റുന്നില്ല, പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എന്താ ഈ പ്രവൃത്തിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും വീണു പോവാണ്. അടുത്തത്. ഓക്കെ, അടുത്ത വാക്യം. ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അപ്പൊ ഞാനല്ല ഇത് ചെയ്യുന്നത്. ആരാ ചെയ്യുന്നത്? ഈ ശരീരത്തിൽ വരുന്ന ഹോർമോണുകളും കെമിക്കൽ ഞാൻ അറിയുന്നില്ല. അത് ഞാൻ പറഞ്ഞിട്ടല്ല. എനിക്ക് ദേഷ്യം വരുന്നത്, ഇനി കുറച്ച് ദേഷ്യപ്പെട്ടേക്കാം എന്ന് തീരുമാനം എടുത്ത് ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ടോ ഇവിടെ? ആരുണ്ടോ? ഇനി കുറച്ച് ലോകമോഹങ്ങളിൽ വീഴാൻ പോവാണ്. ആയിക്കെ, ഇത് കഴിഞ്ഞോട്ടെ, മീറ്റിംഗ് ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ലോകമോഹങ്ങളിൽ വീണേക്കാം, അങ്ങനെ വിചാരിച്ചിട്ട് വീഴുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ എഴുന്നേറ്റിട്ട് വേണ്ട പിന്നെ വീഴാൻ, അല്ലേ? അപ്പോൾ ഇതൊന്നും നമ്മൾ തീരുമാനിച്ചെയ്യുന്നതല്ല, തീരുമാനിക്കാതെ തന്നെ അങ്ങനെ വരുന്നതാണ്. എനിക്ക് ആഗ്രഹമുണ്ട് ഈ പിള്ളേർ ബഹളം വയ്ക്കുമ്പം, ഈ പിള്ളേരല്ല കേട്ടോ, വീട്ടിൽ ബഹളം വയ്ക്കുമ്പം സമാധാനത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന്. പക്ഷെ ഇത് കാണുമ്പം പറ്റണ്ടേ? നമ്മൾ തീരുമാനിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ നടക്കുന്ന കാരണം ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കർത്താവിൻ്റെ കൽപ്പനകളുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം തന്നെയാണ്. അത് നമ്മുടെ പ്രകൃതത്തിനെതിരാന്നുള്ളതാണ്. അതാണ് ഈ ദൈവത്തിൻ്റെ നീതിയുടെ പ്രശ്നം. ഈ പാപപ്രകൃതത്തിനെതിരാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു ടച്ച് മീ നോട്ട് പ്ലാന്റ് കണ്ടിട്ടുണ്ടോ? ഈ ഗൾഫിലുള്ള പിള്ളേർ കണ്ടിട്ടുണ്ടോ എന്ന് അറിയാൻ മേല. എത്ര പേര് കണ്ടിട്ടുണ്ട്? മൈമോസ പുടിക്ക എന്ന് പറയും. മൈമോസ പുടിക്ക, അതാണ് അതിൻ്റെ ബയോളജിക്കൽ നെയിം. ഇതിനെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ചുരുങ്ങും. കണ്ടിട്ടുണ്ടോ അത്? അതെന്തിനങ്ങനെ ചുരുങ്ങുന്നത്? തൊട്ടാപാടി, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞേ? ടച്ച് മീ നോട്ട്. ഓക്കെ, എന്നെ തൊടല്ലേ, അങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് അതിന് ദൈവം തന്നെ കൊടുത്തേക്കുന്ന, പ്രകൃതി തന്നെ കൊടുത്തേക്കുന്ന ഒരു മെക്കാനിസം. നിന്നെ ആരെങ്കിലും തൊട്ടാൽ നീ അങ്ങ് ചുരുണ്ട് കുടിക്കണം. ഒരു ഒച്ചിനെ തൊട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ ചുരുണ്ടൊരു ബോൾ പോലെ ആമ. ഇതെല്ലാം ഡിഫൻസ് മെക്കാനിസമാണ്. ഓക്കെ, അപ്പോൾ ഒരു പട്ടിയുടെ കണ്ണിലോട്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ പട്ടി എന്ത് ചെയ്യും? കുരയ്ക്കും. എന്നെ കണ്ട എല്ലാ പട്ടികളും കുരയ്ക്കാറുണ്ട്. കാരണം എൻ്റെ നോട്ടം ആദ്യം എൻ്റെ കണ്ണിലോട്ടേ ഇല്ലുള്ളൂ. എനിക്ക് ആഗ്രഹമുണ്ട് കണ്ണിലോട്ട് നോക്കല്ലേ, പക്ഷെ കണ്ണിലോട്ട് നോക്കും, കൃത്യമായിട്ടും പട്ടി കുറച്ചിരിക്കും. അതിന് ദേഷ്യമാണ് കണ്ണിലോട്ട് നോക്കുന്നത്. ഞാൻ ചിന്തിക്കുന്ന കേട്ടോ, ഡോഗ് ട്രെയിനേഴ്സൊക്കെ ഇവിടെ കാണുമായിരിക്കും. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. ഒന്നാമത് പട്ടികൾക്ക് എന്നെ അത്ര വലിയ ഇഷ്ടമില്ല. ഓക്കെ, അപ്പോൾ ഈ എന്താ പറയുന്നത്, നമ്മുടെ റിയാക്ഷൻസ്, പ്രകൃതങ്ങൾ, സ്വഭാവങ്ങൾ, ഇതെല്ലാം നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. ഓക്കെ, അടുത്തത്. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഡിഫൻസ് മെക്കാനിസം ദൈവം വെച്ചിട്ടുണ്ട്. ഒരുത്തൻ പെട്ടെന്ന് നമ്മുടെ കണ്ണിന് നേരെ ഇങ്ങനെ കൈ കാണിച്ച് നമ്മൾ എന്ത് ചെയ്യും? കണ്ണ് ചിമ്മും. ഓരോ നമ്മളെ കത്തി കുത്താൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ, കർണക്കുറ്റി അടിക്കാൻ കൈ വീശി കഴിഞ്ഞാൽ നമ്മൾ കൈ മാറിപ്പോകും. ഇപ്പോൾ കർത്താവ് പറയണം മാറരുത്. ഇപ്പോൾ പ്രകൃതി തന്നെ തന്നിരിക്കുന്ന ഡിഫൻസ് മെക്കാനിസത്തിനെതിരെയാണ് എന്ത് ചെയ്യുന്നത്? കർത്താവിൻ്റെ കൽപ്പനകൾ. കാരണം പാപം കാരണം പ്രകൃതിയിൽ വീണുപോയ രീതിയിൽ നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ദൈവം കൊണ്ടുവരുന്ന കൽപ്പനകളുടെ പ്രത്യേകത എന്താണ്? നമുക്ക് ഈ ജീവിതം കൊണ്ട് അതിനനുസരിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കസേര വേറൊരുത്തൻ നിങ്ങളെക്കാൾ മിടുക്കനായ ഒരാൾ ഓഫീസിൽ വരുന്നത് നിങ്ങൾ കാണുന്നു. അപ്പോൾ പതുക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ കസേര ഭീഷണിയിലാണ്. ആ സിഗ്നൽ തലച്ചോറിലോട്ട് ചെന്ന് കഴിയുമ്പം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ അസൂയ ഉണ്ടാവും. നിങ്ങൾ പോലും അറിയാതെ അവനെ ഇനി വളരാൻ അനുവദിച്ചുകൂടാ എന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നും.
അപ്പം അവനെ ബോസ് പിടിച്ച് വഴക്ക് പറയുമ്പോൾ നാച്ചുറലി നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകും. സന്തോഷിക്കില്ലേ അവരുടെ കൂടെ കരയെന്ന് പറഞ്ഞാൽ അങ്ങനെ കരച്ചിൽ വരികയില്ല. ഒരു എക്സാമ്പിൾ ചോദിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ വീട്ടിലെ മോൻ എക്സാമിനേഷൻ തോറ്റു എന്ന് വിചാരിച്ചോ, കരിനാക്കൊന്നുമല്ല കേട്ടോ, ഞാൻ നിങ്ങൾ വിശ്വസിക്കുക, അതൊക്കെ അന്ധവിശ്വാസമാണ്. ഓക്കെ, തോറ്റു എന്ന് വിചാരിച്ചോ, ഭയങ്കര സങ്കടമായിപ്പോയി, നിന്നെയൊക്കെ എന്തിനാടാ പഠിക്കാൻ വിടുന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ബഹളം വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയൽവക്കത്തെ കൊച്ചും തോറ്റു എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങളുടെ സങ്കടം കൂടുവോ കുറയോ? പെട്ടെന്ന് പറ. ശരിക്കും അയൽവക്കക്കാരെ നമ്മുടെ മക്കളെ പോലെ സ്നേഹിക്കേണ്ടതല്ലേ? അപ്പോൾ എൻ്റെ മോന് തോറ്റപ്പോൾ എന്തുമാത്രം ദുഃഖം എനിക്കുണ്ടായോ അത്രയും ദുഃഖം അവൻ തോറ്റപ്പോഴുണ്ടാവണ്ടേ. പക്ഷെ എന്താണെന്നറിയാൻ മേല, എൻ്റെ മോൻ തോറ്റ കൂടെ അവനും കൂടെ തോറ്റപ്പോൾ എന്തോ ഒരു ആശ്വാസമാണെന്നറിയും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? കാരണം നമുക്ക് ആഗ്രഹം കൊണ്ടൊന്ന് സങ്കടപ്പെടണമെന്ന്, പക്ഷെ നമ്മുടെ ശരീരം അതിന് സമ്മതിക്കുന്നില്ല. എത്ര പേർക്ക് മനസ്സിലായി? നമ്മൾ തീരുമാനിക്കുന്ന പോലൊന്നും കാര്യങ്ങൾ നടക്കൂല എന്ന് മനസ്സിലായോ? ഇനി ഒരൊറ്റ ചോദ്യമുള്ളൂ, ഇതിനകത്ത് എങ്ങനെ രക്ഷപ്പെടും? അടുത്ത വാക്യം. കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരോടും ക്ഷമിക്കണം, സ്നേഹിക്കണം. നിങ്ങൾക്കറിയാമോ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ അയൽക്കാരനെ എന്നൊക്കെ ചോദിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇത് മോറൽ ടീച്ചിങ് ആയിട്ട് ഈ കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എടുത്താ പൊങ്ങാത്ത ഭാരമാണ്. ശരിയല്ലേ? കണ്ണു ചൂടുന്നെടുത്ത് എറിഞ്ഞ് കളയുക എന്ന് ഒരു മോറൽ ടീച്ചിങ് ആയിട്ട് പറഞ്ഞു നോക്കിയാൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ സ്വത്ത് വിറ്റ് ദരിദ്രർ കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക, മോറൽ ടീച്ചിങ് ആയിട്ട് പറഞ്ഞു നോക്കിയാൽ അങ്ങനെ ചെയ്യാത്തവർക്കൊന്നും കർത്തൃമേശയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ചെയ്യും? നമ്മൾ നാട് വിട്ട് പോകേണ്ടി വരും. അപ്പോൾ ഇതൊന്നും മോറൽ ടീച്ചിങ് ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അനുസരിക്കുന്നവരാക്കി ദൈവം മാറ്റുന്നത്? അടുത്ത വാക്യം. എങ്കിലും ഇനി ശ്രദ്ധിക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം, അതായത് പാപത്തിന്റെ പ്രമാണം എവിടെ കാണുന്നു? അവയവങ്ങളിൽ കാണുന്നു. അപ്പൊ പാപം എവിടെ നിന്നാ വരുന്നേ? ചിന്തയിൽ നിന്നല്ല, പിന്നെ എവിടെന്നാ? നമ്മുടെ അവയവങ്ങളിൽ നിന്നാ വരുന്നേ. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഫിസിയോളജിക്കൽ ഫാക്ടർ. സിൻ ഈസ് നോട്ട് എ സൈക്കോളജിക്കൽ മെന്റൽ factor or a breaking of the law. Sin is physiological. മനസ്സിലായോ? അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്നതാണെന്ന് പറയുന്നത്. അതായത് വീണുപോയ ശരീരത്തിന് ഇങ്ങനെയുള്ള വികാരങ്ങളെ മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളൂ. ഉദാഹരണത്തിന് ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഈ ഡോപ്പമിൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്തിരിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. അതായത് പുതിയൊരു ഫോൺ മേടിച്ചു, എന്താ എൻജോയ്മെൻറ്റ്, സെൽഫി എടുക്കുന്നു, അങ്ങനെ എടുക്കുന്നു, തലയും കുത്തി പിടിച്ച് ഫോട്ടോ എടുക്കുന്നു, അല്ലേ? സൈഡ് ആംഗിൾ, പല ആംഗിൾ എടുക്കുന്നു, ബ്രൈറ്റ്നസ് കൂട്ടി എടുക്കുന്നു, ഭയങ്കര എൻജോയ്മെൻറ്റ്. 2 ആഴ്ച കഴിയുമ്പം അതൊക്കെ വിടും. ഒരു ബൈക്ക് മേടിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 5-6 മാസം നല്ലപോലെ കഴുകി തുടച്ച് ക്ലീനാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. കുറേ കഴിയുമ്പോൾ 5-6 മാസം കഴിയുമ്പോൾ അത് അവിടെ കിടക്കും. കാർ മേടിച്ച് എന്ത് മേടിച്ചാൽ അങ്ങനെ, ടോയ് മേടിച്ച് പിള്ളേർ കളിച്ചാൽ ഒരാഴ്ച കളിക്കും, ഒരാഴ്ച കളിച്ചാൽ വലിയ ഭാഗ്യം, അത് കഴിയുമ്പോൾ അത് എവിടെയെങ്കിലും എറിഞ്ഞു കളയും. കല്യാണം കഴിച്ചാൽ ആദ്യത്തെ 1 വർഷമൊക്കെ കൈ പിടിച്ച് കെട്ടിപ്പിടിച്ച് റോഡിലൂടെ ഫോട്ടോ എടുത്തുകൊണ്ട് നടക്കും. പിന്നെ കഴിയുമ്പോൾ ഡോപ്പമിൻ അങ്ങ് പോകും. ചിന്തിക്കുക, അന്ന് എന്ത് രസമായിരുന്നു ഈ ചിരി കാണാൻ, ഈ ചിരി കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് ഈ അവസ്ഥയിലായല്ലോ എന്ന് ചിന്തിക്കും. അപ്പോൾ ഡോപ്പമിൻ ഇല്ല. അന്നേരമാണ് പ്രസംഗകൻ പറയുന്നത്, നീ നിന്റെ ഭാര്യയെ കർത്താവ് സഭയെ സ്നേഹിച്ച പോലെ സ്നേഹിക്കണം. ആഗ്രഹമുണ്ട്, പക്ഷേ ഈ സാധനം വരണ്ടേ? ഇല്ല, ഉള്ളിലൊന്നും ഇല്ല, പിന്നെ എങ്ങനെ സ്നേഹിക്കും? കൽപ്പന അനുസരിക്കണമെങ്കിൽ ഉള്ളിൽ എന്ത് വേണം? കുറച്ച് ഡോപ്പമിൻ വേണം. അത് കർത്താവ് തരുന്നില്ല. കൽപ്പനയാണെങ്കിൽ നമ്മളെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത രീതിയിലായി. ഭർത്താവ് നിങ്ങളെ മർദ്ദിച്ചാൽ, ഇടിച്ചാൽ, തൊഴിച്ചാൽ, ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ അപ്പോഴും സ്നേഹം കത്തിക്കൊണ്ടിരിക്കണം. ഓരോ ഇടി കൂടുമ്പോഴും സ്നേഹം വർദ്ധിച്ച് വർദ്ധിച്ച് വരണം. ഇതാ കർത്താവിൻ്റെ കൽപ്പന. കൽപ്പന അനുസരിച്ച് നീതിമാന്മാരെ എല്ലാം ഒന്ന് കൈവക്കിക്ക്. അത് നടക്കൂല എന്ന് അറിയുന്നതുകൊണ്ടാണ് നമ്മൾ മനുഷ്യൻ്റെ നീതി അന്വേഷിച്ച് നീതിമാന്മാരാകാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തെങ്കിലും ഒന്ന് വേണ്ടേ? ദൈവത്തിന് മുമ്പിൽ കാണിക്കാനൊന്നുമില്ല, അപ്പം മനുഷ്യൻ്റെ മുമ്പിലെങ്കിലും എന്തെങ്കിലും കാണിച്ച് പിടിച്ച് നിൽക്കണ്ടേ? അതുകൊണ്ടാണ് ഇങ്ങനെ ഫുൾ സ്ലീവ് ആക്കിയിട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനൊന്നും പറയാറില്ല, ചില സമയത്ത് പറഞ്ഞു പോകുന്നതാണ്. അടുത്ത വാക്യം. അപ്പം ശരീരത്തിൽ നിന്നാണ് എന്ത് വരുന്നത്? പാപം വരുന്നത്. ഈ പാപവികാരങ്ങൾ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് നമ്മളെ അടിമയാക്കി മാറ്റുന്നതാണ്. അതായത് എനിക്ക് ഇതല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ അവയവങ്ങളുള്ള പാപത്തിന്, ആ വാക്യം എന്താ വായിച്ചേ? ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന്
എന്നെ അടിമയാക്കി മാറ്റുന്നു. എന്നിട്ട് പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണകരമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. ഇനി നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ ഓർത്ത് നോക്കിയേ. ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾക്ക് നിങ്ങളുടെ ശാരീരിക അവസ്ഥയെ മാറ്റാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങളുടെ മനസ്സിനെ നിർബന്ധിക്കാൻ പറ്റും, പക്ഷെ നിങ്ങളുടെ ശരീരത്തെ മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ദേഷ്യം വരാതിരിക്കാൻ, അതായത് ഈ അഡ്രിനാലിനൊന്നും ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ അതിന് തക്കതായ ഹോർമോണുകൾ കെമിക്കലൊന്നും ഉണ്ടാക്കാതാക്കാൻ ആർക്ക് സാധിക്കില്ല? ഈ ന്യായപ്രമാണത്തിന് സാധിക്കില്ല. അപ്പം ന്യായപ്രമാണം നമ്മളോട് എന്താ പറയുന്നത്? മക്കളെ, നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ ശരീരം ശരിയല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് നീതിമാന്മാരായി മാറാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണകരമായ ശരീരത്തിൽ നിന്ന്, മനസ്സിൽ നിന്നാണ് കുഴപ്പമില്ലായിരുന്നു, ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. എന്നെ ഈ വാക്യം ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലൊരിടത്തും ഒരു മതവും ഒരു തത്വചിന്തയും ശരീരത്തിൽ നിന്നാണ് പാപം വരുന്നതെന്ന് പറയുന്നില്ല. ഹിന്ദുയിസം പറയുന്ന ഉന്നതമായ ചിന്ത എന്താ? ശ്രേഷ്ഠമായ ജീവിതം, അങ്ങനെ കണ്ടെന്ന് തോന്നുന്നു. അത് കൃത്യമായി മറന്നുപോയി, രണ്ടാമത്തെ വാക്ക് മറന്നുപോയി. അപ്പോൾ ഉന്നത ചിന്തകളെ നന്നാക്കി എടുക്കാൻ അവർ ശ്രമിക്കുന്ന യോഗ, ഇത് ലോകത്തിലെല്ലാ തത്വചിന്തകളും പറയുന്നത് ചിന്തകൾ നന്നാക്കാനാണ്, തോട്ട് പ്രോസസ്. അത് ഇൻസൈറ്റ് ഉണ്ടാകുന്നത് നല്ലതാണ്, പക്ഷെ കർത്താവിൻ്റെ നീതി വെളിപ്പെട്ട് കഴിയുമ്പോൾ ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എത്ര പേർക്ക് ഇപ്പോൾ ഉറപ്പായി ഞാൻ പാപിയാണ്, പോക്കാണെന്ന് ഉറപ്പായോ? മിനിങ്ങാന്ന് നല്ല പ്രത്യാശയോടെ പോയ ആൾക്കാരല്ലേ? ഇനി നമുക്ക് കർത്താവ് എങ്ങനെ നമ്മളെ രക്ഷിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് രക്ഷയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഓക്കെ, ഞാൻ അതിനൊരു കഥ നിങ്ങളോട് പറയാം. ഒരു കഥ. എങ്ങനെയാണ് കർത്താവ് ഈ ശരീരത്തിൻ്റെ കണ്ടീഷന് നമ്മളെ രക്ഷിക്കുന്നത്? നമ്മൾ ഈ ശരീരത്തിൻ്റെ അവസ്ഥയെ നോക്കുമ്പം നമുക്കൊരു കാര്യം അറിയാം, കർത്താവ് രണ്ടാമത് വരുമ്പോൾ മാത്രമേ ഈ ശരീരത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്ന് തേജസ്സുള്ളൊരു ശരീരം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ഒരു ശരീരം മാത്രമേ നമുക്കുണ്ടായിരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ശരീരം വെച്ചുകൊണ്ട് നമ്മളെ നീതീകരിക്കാൻ, നല്ലവരാക്കാൻ ന്യായപ്രമാണത്തിന് സാധിക്കില്ല. ഞാൻ ഇങ്ങനെ സങ്കല്പിക്കുമായിരുന്നു, കർത്താവ് ചെന്ന് ന്യായപ്രമാണത്തോട് ചോദിക്കുക, ചെയ്സിനെ എങ്ങനെയുണ്ട്, ചെയ്സ് ആളെങ്ങനെയുണ്ട്? അപ്പം ന്യായപ്രമാണം പറയാം, എൻ്റെ കർത്താവെ, നീ ചെറുപ്പത്തിലേ എന്നെ അവൻ്റെ അടുത്ത് വിട്ടതാണ്, ഇത്രയും നാളും എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ പരിശ്രമിച്ചു, പക്ഷെ അവൻ്റെ ഉള്ളിൽ ഇതൊന്നും അനുസരിക്കാനുള്ള ഹോർമോണുകളില്ല. നിങ്ങളോട് ഞാൻ രഹസ്യം പറയട്ടെ, ഈ സ്നേഹിക്കാനുള്ളൊരു ഹോർമോൺ നമ്മുടെ ഉള്ളിലില്ല. നിങ്ങൾ ഭയങ്കര ദേഷ്യമാണ്, നിയന്ത്രിക്കപ്പെടുന്നില്ല, അടിച്ച് പൊട്ടിക്കുവാണ്, സാധനങ്ങൾ അടിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾ നേരെ ഒരു സൈക്കാട്രിസ്റ്റിനെ എടുത്തോട്ട് പോയി കഴിഞ്ഞാൽ പുള്ളൊരു മരുന്ന് തന്ന് ബോധം കെടുത്തി അവിടെ ഇടും. എന്നാൽ ദേഷ്യം പിടിപ്പിക്കാനുള്ള ഹോർമോണുകളുണ്ട്, പക്ഷേ ഒരു സ്വന്തം കൊച്ചിനെ കാണുമ്പോൾ വാത്സല്യം തോന്നുന്ന, നമ്മളെ എടുത്തുകൊണ്ട് നടക്കാൻ തോന്നിപ്പിക്കുന്ന ഹോർമോണുണ്ട്. ഓക്കെ, അതുപോലെ ഭാര്യയെ കാണുമ്പോഴാണ് കുഴപ്പമില്ല, ഭാര്യയെ കാണുമ്പോൾ എന്താ ആ തോന്നുന്ന ഒരു ഇഷ്ടം, ആ ഇഷ്ടത്തിനുള്ള ഹോർമോണുകളുണ്ട്. അല്ലെങ്കിൽ ചന്ദ്രനിൽ പോകുമ്പം അവിടെ ചായക്കടയിൽ ചായ വെച്ചുകൊണ്ടിരിക്കുന്ന മലയാളിയെ കാണുമ്പം മലയാളിയാണല്ലേ, കേരളത്തിൽ എവിടെ നിന്നാണ് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. കാരണം അതൊരു സ്നേഹമാണ്, ഇത് സഹോദര സ്നേഹമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് വെച്ചാൽ മലയാളിയാണല്ലേ, ആ മലയാളിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന സുഖം അതൊരു സ്നേഹമാണ്. പിന്നെ വീട്ടുകാരോടും നാട്ടുകാരോടും ഉണ്ടാകുന്ന സ്നേഹം, ഒരേ സ്കൂളിൽ പഠിച്ചവരുണ്ടാകുന്ന സ്നേഹം, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ മനുഷ്യന് ഹോർമോണുകളിലൂടെ വരും. പക്ഷേ എന്നെ സ്ഥിരമായി ഗോസിപ്പ് പറയുകയും എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയും എൻ്റെ ശത്രുവായിരിക്കുകയും എൻ്റെ പറമ്പിൻ്റെ അതിര് മാന്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളോട് സ്നേഹമുണ്ടാക്കാനുള്ള ഒരു ഹോർമോണും മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം പ്രകൃതിയാ തന്നെ നമ്മളൊരു ഡിഫൻസ് മെക്കാനിസമായിട്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോകത്ത് ജീവിച്ചു പോകുന്നത്. ഒതുക്കേണ്ടവനെ ഒതുക്കിയും വളർത്തേണ്ടവനെ വളർത്തിയും നമ്മുടെ വഴികൾ ശരിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഈ ദുഷ്ടലോകത്ത് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ച് വളവില്ലാതെ ഇപ്പം ജീവിക്കാൻ പ്രയാസമാണ്. കാരണം ഈ ലോകത്ത് ജീവിച്ചു പോകണമെങ്കിൽ എന്ത് വേണം? ഒരിത്തിരി വളവും ഇത്തിരി വക്രതയും ഇത്തിരി ഒതുക്കലും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ. എല്ലാവരും സമ്മതിച്ചോ? ഇപ്പം പ്രകൃതി തന്നെ വീണുപോയത് കൊണ്ട് ഇവിടെ ഒരാൾക്ക് ഒരിക്കലും ശത്രുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. അതിനുള്ള ഹോർമോൺ ഇല്ല. അപ്പോൾ ഈ ന്യായപ്രമാണം ചെന്ന് കർത്താവിനോട് പറയാം, എൻ്റെ കർത്താവെ, അവൻ ആ ഹോർമോൺ എന്തെങ്കിലും ഉണ്ട് ഇത്തിരി കൊടുക്കുക. അവനിത് പറ്റുന്നില്ല.
ഈ നിയമങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരവസ്ഥയിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ആർക്കെങ്കിലും എന്തെങ്കിലും, ഈ ലോകത്തെ പണ്ഡിതന്മാർ ഇവരെല്ലാം ഞെട്ടിപ്പോയത് യേശു കർത്താവ് സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. കാരണം അതിനു മുമ്പുള്ള, നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? ചരിത്രം പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള ആരെങ്കിലും? MA ഹിസ്റ്ററി, BA ഹിസ്റ്ററി എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഒരാൾ കൈവക്കി. യേശുക്രിസ്തുവിന് മുമ്പ് ഒരാളുള്ളോ? യേശുക്രിസ്തുവിന് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യൻ ശത്രുവിനെ സ്നേഹിച്ചതായിട്ടോ? ഒരു ബന്ധവുമില്ലാത്ത ഒരാൾക്ക് വേണ്ടി ജീവൻ കൊടുത്തതായിട്ടോ? സ്വന്തം നാട്ടുകാരനല്ല, വീട്ടുകാരനല്ല, യാതൊരു കാര്യത്തിൽ സ്നേഹിക്കാൻ ബാധ്യതയില്ലാത്ത ഒരാൾക്ക് വേണ്ടി ജീവൻ കൊടുത്തതായിട്ടോ? ഇതൊരു നല്ല വികാരമായിട്ടോ ചരിത്രത്തിൽ ഒരാളെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു പുസ്തകത്തിൽ പോലും ഇങ്ങനത്തെ ഒരു സ്നേഹമെന്ന ആശയമില്ല, ഒരു തത്വചിന്തയിൽ പോലുമില്ല. കാരണം മനുഷ്യർ പ്രകൃതിയോടും മനുഷ്യനോടും മല്ലിട്ട് തന്നെയാണ് വളർന്നു വന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് സ്നേഹത്തിൽ ബേസായിട്ടുള്ള ഒരു നീതി ഉണ്ട്, അത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ സ്നേഹം എന്ന വാക്ക് ഇപ്പോൾ ഒത്തിരി പേര് എഴുതുന്നുണ്ട്. കുമാരനാശാൻ പറഞ്ഞ സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ, ഇതെല്ലാം ക്രിസ്തുവിന് ശേഷം. ഇപ്പോൾ ആൾക്കാർ പറയുന്നത് എന്താണെന്നറിയോ? ലോകത്തിൽ എല്ലാ മതങ്ങളും പറയുന്ന സ്നേഹത്തെക്കുറിച്ചാണ്, ഒരൊറ്റ മതത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്നില്ല, യേശുക്രിസ്തു അല്ലാതെ. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇതുണ്ടാക്കാൻ പറ്റത്തില്ല, പറഞ്ഞ അനുസരിക്കണ്ടേ. അപ്പോൾ ഇത് ഉണ്ടാക്കണമെങ്കിൽ കർത്താവിന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കായിരിക്കും ഇത് നീട്ടിക്കൊണ്ട് പോകാതെ ഇത് എങ്ങനെ സംഭവിക്കുന്ന അങ്ങനെ പറഞ്ഞേക്കല്ലേ? പറയാം. അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു സങ്കല്പത്തിലേക്ക് ഇപ്പോൾ പോവുകയാണ്. ഇതൊരു ക്ലാസ് റൂമാണെന്ന് സങ്കല്പിക്കുക. ഈ ക്ലാസ് റൂമിൽ, ഏത് ക്ലാസ്സിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, നല്ലപോലെ പഠിക്കുന്ന 2 പിള്ളേർ കാണും, ഒട്ടും പഠിക്കാത്ത ഉഴപ്പരായ 1-2 പിള്ളേരും കാണും. അതെങ്ങനെ കൃത്യമായിട്ട് ലാൻഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ബാക്കിയുള്ളവരെല്ലാം അതിനിടയ്ക്കായിരിക്കും. ഇനി നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക, ആ ക്ലാസ്സിലെ ഏറ്റവും പൊട്ടനായ, ഒന്നും അറിയാത്ത, അക്ഷരം പോലും കൂട്ടി എഴുതാൻ അറിയാത്ത ആ ഒരാൾ, 0 മാത്രം വാങ്ങിക്കുന്ന ആൾ ഞാനാണെന്ന് വിചാരിക്കുക. ഞാനാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് കാര്യമില്ല, ഞാനാണെന്ന് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കണം. മനസ്സിലായി? ഞാനാണെന്ന് നിങ്ങൾ അവിടെ നിന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല, നിങ്ങളെക്കുറിച്ച് തന്നെ വിചാരിക്കുക അത് ഞാനാണ്. ഏതാണ്? 0 മാത്രം കിട്ടുന്നയാൾ. അപ്പം ഞാൻ ചുറ്റും നോക്കി കഴിയുമ്പം അവിടെ 99 കിട്ടിയവനുണ്ട്, 45 കിട്ടിയവനുണ്ട്, 60 കിട്ടിയവനുണ്ട്, 4 കിട്ടിയവനുണ്ട്, ഞാൻ മാത്രമാണ് 0. അപ്പം ടീച്ചർമാരും സാർമാരും എന്നെ കൈ വെടിഞ്ഞതാണ്, തോറ്റുപോകുന്ന ഉറപ്പാണ്. ആണോ? സങ്കല്പിച്ചോ? ചുറ്റിയിരിക്കുന്നവരൊക്കെ നോക്കി നമ്മളെക്കാളൊക്കെ എത്ര നല്ല ആൾക്കാരല്ലേ? അങ്ങനെ അങ്ങ് തോന്നുന്നില്ലല്ലേ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഈ വൈദ്യൻ്റെ ശുശ്രൂഷ ലഭിക്കണമെങ്കിൽ, പ്രത്യേകിച്ചും കർത്താവ് എന്ന നല്ല വൈദ്യൻ്റെ ശുശ്രൂഷ ലഭിക്കണമെങ്കിൽ, ഞാൻ പാപിയാന്ന് ചിന്തിച്ചാൽ മാത്രം പോരാ, ഈ പാപത്തിൽ നിന്ന് സ്വയം കരകയറാനുള്ള ഒരു വഴി എനിക്ക് ഇല്ലയെന്നും കൂടെ ചിന്തിക്കണം. എങ്കിലേ രക്ഷകൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് സ്വയം ഒരു തീരുമാനമെടുത്തങ്ങ് നന്നാവാൻ പറ്റുമായിരുന്നെങ്കിൽ രക്ഷകൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു. ശരിയല്ലേ? അപ്പോൾ ഞാൻ ചുറ്റും നോക്കുമ്പം 99കാരനൊക്കെ ഭയങ്കര ഗമയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്. നീയൊക്കെ നോക്കിയോടാ, നീയൊക്കെ പൊട്ടുന്ന. അപ്പോൾ ഒരു സാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ നിനക്ക് ഞാനൊരു നല്ല വാർത്തയായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സാറേ? പരീക്ഷ വല്ലതും മാറ്റി വെച്ചോ? കോവിഡ് കാലത്ത് എന്ത് ഭാഗ്യമായിരുന്നു, പിള്ളേർ ചാടി രക്ഷപ്പെട്ടു പോകുമായിരുന്നു, പഠിക്കാത്തവനും പഠിച്ചവനും എല്ലാം ഒരേ നീതി. അപ്പോൾ ഞാൻ അന്നേരം സാറ് പറഞ്ഞു, എക്സാം ഒന്നും മാറ്റി വെച്ചിട്ടില്ല, എന്നാലും ഒരു നല്ല വാർത്ത ഞാൻ നിന്നോട് പറയാൻ വന്നാൽ. അപ്പോൾ ഞാൻ എന്താ സാറേ? ഈ പ്രാവശ്യം നിൻ്റെ പരീക്ഷയുടെ ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നത് ഞാനാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാർ അത് മതി, ജയിക്കാനുള്ളൊരു 35 മാർക്ക് എനിക്ക് ആ ചോദ്യം പറഞ്ഞു തന്നാൽ ഞാൻ അത് മാത്രം പഠിച്ചോണ്ട്, അപ്പോൾ നേരത്തെ ചോദ്യം കിട്ടും, ഭയങ്കര അഡ്വാൻറ്റേജ് ആണല്ലോ. അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ നിനക്ക് നേരത്തെ ചോദ്യം തന്നാലും നീ ഒന്നും എഴുതാൻ പോകുന്നില്ല. അതെന്താ? ചോദ്യം എന്താണെന്നറിയോ? ശത്രുക്കളെ സ്നേഹിക്കുവിൻ, താഴ്മയുള്ളവരായിരിക്കുവിൻ. എൻ്റെ കർത്താവെ താഴ്ത്തി സമർപ്പിച്ച് എന്തോരം നാളായിട്ടും ഇത് പാമ്പിനെ പോലെ ഫണം വിടർത്തുന്നതല്ലാതെ താഴുന്നില്ല. എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം ഒരു ചർച്ചിൽ പോയി പ്രസംഗിച്ച് കഴിഞ്ഞ് വെളിലോട്ടിറങ്ങിയപ്പോൾ ഒരു അമ്മച്ചി ഓടി വന്നു. ആ അമ്മച്ചി പറഞ്ഞു,
ഇവിടുത്തെ പാസ്റ്റർ എന്നെക്കുറിച്ച് വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ഈ ചർച്ചിൽ ഏറ്റവും താഴ്മയുള്ള അമ്മാമ്മ ഞാനാണെന്ന് എല്ലാവരും പറയുന്നത്. അവസാനം താഴ്മയ്ക്കായി തീരുമാനമെടുത്ത് താഴ്മ, ഇനി മേലെ ഞാൻ താഴ്മ. ഞാനങ്ങനെ പണ്ട് എൻ്റെ കൂടെ ഞാനൊരു അപ്പച്ചൻ്റെ കഥ എൻ്റെ പറഞ്ഞായിരുന്നല്ലോ. ഈ അപ്പച്ചൻ ഭയങ്കര താഴ്മയുള്ള ആളാണ്. അപ്പം ഞാൻ ഇദ്ദേഹത്തെ കണ്ട് ഇയാളെപ്പോലെ താഴ്മയുള്ള ആളാവാൻ ഞാൻ ശ്രമിച്ചായിരുന്നു ചെറുപ്പത്തിലെ, വിശ്വാസത്തിൽ വന്ന ആദ്യകാലത്ത്. അപ്പോൾ എൻ്റെ ചിന്ത ഇങ്ങനെ ആകണമെന്ന്. അപ്പം ഞാൻ ചെന്ന ആൾക്കാരെ കാണുമ്പോൾ പുള്ളി ചെയ്യുന്നവരൊക്കെ ചെയ്യും. പക്ഷേ ആൾക്കാർ എത്ര നാൾ ചെയ്യും? ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഞാൻ മടുക്കും. കാരണം എൻ്റെ ക്യാരക്ടർ അല്ലത്. ഓക്കെ. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, അപ്പോൾ നിന്നെ കൊണ്ട് അത് നടക്കുകയില്ല. അപ്പോൾ ചോദ്യപേപ്പർ നേരത്തെ തന്നിട്ട് കാര്യമില്ല. ഇനി അടുത്തത് സാറ് പറഞ്ഞു, തീർന്നിട്ടില്ല, ഒരു നല്ല വാർത്തയും കൂടെ ഞാൻ നിന്നോട് പറയാൻ പോവാണ്. അപ്പോൾ അതെന്താ സാറേ? ഈ പ്രാവശ്യം നിൻ്റെ ആൻസർ പേപ്പർ നോക്കുന്നത് ഞാനാണ്. അന്നേരം ഞാൻ പറഞ്ഞു, സാർ അത് മതി, ഞാൻ എല്ലാ ചോദ്യത്തിൻ്റെ നമ്പർ ഇട്ടിട്ട് അതിൻ്റെ ക്വസ്റ്റ്യനൊക്കെ അതുപോലെ എഴുതി വെച്ചേക്കാം. അതും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. പക്ഷേ സാർ അത് നോക്കിയിട്ട് അതിൻ്റെ സൈഡിൽ എങ്ങനെയില്ല 4ഉം 5ഉം 10ഉം ഒക്കെ ഇട്ടിട്ട് എങ്ങനെയെങ്കിലും ഒരു 35 തന്ന് എന്നെ അപ്പുറത്ത് കിടത്തിട്ട് മേലാ ഞാൻ ഈ വഴിക്ക് വരികയില്ല. ഇത് നമ്മുടെ അവസ്ഥയുണ്ട്, ഇത് ഒരു രക്ഷയില്ല. അപ്പോൾ സാറ് പറഞ്ഞേടാ, ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിൻ്റെ ആൻസർ പേപ്പറിൽ ഇന്നേ വരെ ആരും ഒരു 1/2 മാർക്ക് പോലും ഇട്ടിട്ടില്ല. ഞാൻ ഇതിനകത്ത് 35 മാർക്ക് ഇട്ടാൽ എൻ്റെ പണി പോവും. അത് മാത്രമല്ല, നിനക്കറിയാൻ വയ്യാത്തൊരു രഹസ്യമുണ്ട്. ഈ പരീക്ഷയുടെ ഒരു പ്രത്യേകത, 100ന് 100 ഇല്ലാത്തവനെല്ലാം തോക്കുവാണ്. അപ്പോൾ എനിക്കൊരാശ്വാസമായി. 99കാരനപ്പുറത്തിരുന്ന് ഭയങ്കര ഹോംവർക്ക് ചെയ്യലാണ്. അവൻ ഉൾപ്പെടെ സകലരും പോക്കാണ്. കാരണം ഒരു കൽപ്പന തെറ്റിയ എല്ലാം തെറ്റിയ പോലെ ആ ചങ്ങല പൊട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എന്തായി പറയുന്നത്? അപ്പോൾ എൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട്, എല്ലാം പൊട്ടിയല്ലോ, എൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട്. അപ്പം ഞാൻ സാറിന് പറയാം, സാറ് എന്തായി പറയുന്നത്? 35 എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പം 100ഓ? സാർ എന്നെ സന്തോഷ വാർത്ത പറയാൻ വന്നതാണോ അതോ കരയിപ്പിക്കാൻ വന്നതാണോ? സാറ് പറഞ്ഞ്, തീർന്നിട്ടില്ലടാ, ഒരു വാർത്തയും കൂടെ ഞാൻ പറയാം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ, എന്താ സാറ്? നീ പൊട്ടനാണെന്നോ? അതായത് നമ്മൾ സ്വയം പൊട്ടൻ എന്ന് വിളിച്ചാൽ കുഴപ്പമില്ലട്ടോ, വേറൊരുത്തിനെ പൊട്ടാന്ന് വിളിച്ചാൽ അഗ്നിനരകത്തിന് ഇരയാകുമെന്ന് പറയുന്നത്. അപ്പോൾ അവനെ വിളിക്കാം, കുഴപ്പമില്ല. നീ പൊട്ടനാണെന്നും നിന്നെയും കൊണ്ട് 5 മാർക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ലെന്നും ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. കാരണം ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ഒരു ലെറ്റർ തന്നിട്ടുണ്ട്, ഒരു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. യു ഹാവ് ഡിസ്ലെക്സിയ, ലേണിംഗ് ഡിസോർഡർ. ഒന്നും എഴുതാൻ പറ്റത്തില്ല. ഈ ലെറ്റർ കാണുമ്പോൾ ഇങ്ങനെ ഉറുമ്പുകൾ പോകുന്ന പോലെ തോന്നുന്നത്, ഒന്നും പിടികിട്ടുന്നില്ല. ഡിസ്ലെക്സിയ എന്ന് പറയും. അവർക്ക് വേറെ ഒത്തിരി കഴിവുകൾ കാണും, പക്ഷേ ഈ അക്ഷരങ്ങൾ ഇഷ്ടം, അക്ഷരവൈരികളാണ് അല്ല. ഇന്ന് മിക്കവാറും പിള്ളേർക്ക് എല്ലാം അക്ഷരവൈരാഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബുദ്ധി ഒരു പ്രത്യേക രീതി മാത്രമേ ഇത് പിള്ളേർക്ക് പോകുള്ളൂ. എല്ലാ തരത്തിലും അനലൈസ് ചെയ്യാനുള്ള കഴിവില്ല. കാരണം അക്ഷരവൈരാഗ്യം കാരണമാണ്. അത് പിന്നെ ഒന്നും പറയാൻ സമയമില്ല. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ സാറ് പറഞ്ഞ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു സ്കീമുണ്ട്. എന്നുവെച്ചാൽ എന്ത് സ്കീം? നിനക്കൊരു സ്ക്രൈബിനെ വെച്ച് എക്സാം എഴുതാം. അങ്ങനെയുണ്ട് കേട്ടോ, അത് ഗവൺമെൻറ് റൂളാണ്. ഞങ്ങളുടെ ഒരു മോള് സ്ക്രൈബിനെ വെച്ചാണ് 10ാം ക്ലാസ്സിൽ നല്ല സൂപ്പർ മാർക്കായിരുന്നു. എല്ലാം സ്ക്രൈബ് എഴുതി, അവൾക്കൊന്നും അറിയാൻ മേല. സ്ക്രൈബ് എഴുതിക്കോളും, നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പം ഞാൻ ചോദിക്കുക, സാറേ സ്ക്രൈബ് വല്ല എഴുതണമെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്താലേ എഴുതുള്ളൂ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് സ്ക്രൈബായിട്ട് വരുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചായിരിക്കും. അല്ലാതെ വഴി കിടന്ന ഒരാളെ സ്ക്രൈബായിട്ട് ആക്കി വെക്കാൻ പറ്റത്തില്ല. കാരണം ഈ പൈ എന്ന് പറയുമ്പോൾ ഒരു വിവരം ഇല്ലാത്തവനാണെങ്കിൽ വിചാരിക്കുക പശുവിനെ കുറിച്ചാണ് പറയുന്നത് വിചാരിച്ചാൽ ആകെ ചുറ്റുമില്ലേ. തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ കൊടുക്കുന്നതല്ല, അതൊരു ആംഗിളാണെന്നുള്ള കാര്യം, ആംഗിളിൻ്റെ റേഷ്യോ അല്ലേ ആണെന്നുള്ള കാര്യം അറിയാവുന്നവൻ വേണം ഇത് വന്ന് എഴുതാൻ. പക്ഷെ എന്നാൽ അവൻ ഈ ഫോർമുലകളൊന്നും അറിയാനും പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഒരു സ്ക്രൈബിനെ വിളിച്ചിരുത്തിയാൽ അവന് വിവരമില്ലല്ലോ, അവനും എന്നെ പോലല്ലേ, അവന് എന്നെ എങ്ങനെ ജയിപ്പിക്കുക? എങ്ങനെ? അത് 100ൽ 100, ഒരു 50 60 ആണെങ്കിൽ നോക്കായിരുന്നു. സാറ് പറഞ്ഞു, എടാ എന്താ വിഷയം എന്നറിയാമോ? ഈ പ്രാവശ്യം നിൻ്റെ പരീക്ഷയുടെ ചോദ്യപേപ്പർ ഇടുന്നത് ഞാനാണല്ലോ, ഉത്തരപേപ്പർ നോക്കുന്നത് ഞാൻ തന്നെയാണല്ലോ, നിൻ്റെ സ്ക്രൈബായിട്ട് വരുന്നത് ഞാൻ തന്നെയാണ്. എത്ര മാർക്ക് കിട്ടും? എത്ര മാർക്ക് കിട്ടും? അപ്പോൾ നിങ്ങൾ ചോദിക്കായിരിക്കും, ഇതൊക്കെ എവിടെ നിന്ന് വലിച്ചുകൊണ്ടിരുന്നത്? ഞങ്ങൾ വായിച്ചിട്ടില്ലല്ലോ. സ്ക്രൈബ്, കത്ത്, ലെറ്റർ, സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ബൈബിളിൽ എവിടെയാണ്? നമുക്ക് ബൈബിളിൽ ഉണ്ടോ എന്ന് നോക്കാം. 8ാം അധ്യായത്തിലോട്ട് കയറി ഒന്ന് നോക്കി. 7ാം അധ്യായം തീർന്നു. 7ാം അധ്യായം തീർന്നു. 8ന്റെ 3 വായിച്ചേ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം, അതായത് ജഡം കൊണ്ട് ഒരു പരിപാടി നടക്കുന്നില്ലാത്തത് കൊണ്ട്
ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ, ന്യായപ്രമാണത്തിന് എന്ത് കഴിഞ്ഞില്ല? നമ്മളെ നീതിമാന്മാരാക്കാൻ പറ്റിയില്ല, സ്നേഹിപ്പിക്കാൻ പറ്റിയില്ല, കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിപ്പിക്കാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം ന്യായപ്രമാണം മോശമാണെന്നുള്ളതല്ലായിരുന്നു, പിന്നെ എന്തായിരുന്നു? നമ്മുടെ ജഡത്തിൻ്റെ ബലഹീനതയായിരുന്നു അതിൻ്റെ കാരണം. അടുത്ത വാക്യം, അതിനെ സാധിപ്പിക്കാൻ, അതായത് ന്യായപ്രമാണത്തിലെ നീതി പൂർത്തിയാക്കാൻ എൻ്റെ ജഡത്തിന് കഴിയാത്തത് കൊണ്ട് ദൈവം തൻ്റെ പുത്രനെ, കണ്ടോ പകരക്കാരൻ വരുന്ന കണ്ടോ, സ്ക്രൈബ് വരുന്നുണ്ട്, എന്നെ കൊണ്ട് സാധിക്കാത്തതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിന്റെ സദൃശത്തിൽ, അതായത് എൻ്റെ അതേ സദൃശത്തിൽ പറഞ്ഞു വിടുന്നു. സ്ക്രൈബിനെ പിടികിട്ടിയോ? ഒരു പകരക്കാരൻ വന്ന കണ്ടോ? അടുത്ത വാക്യം, പാപം നിമിത്തവും അയച്ചു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ ഈ വചനങ്ങൾ വ്യാഖ്യാനിക്കാൻ നേരത്ത് ഒരിക്കൽ പോലും പറഞ്ഞില്ല ഇതിന് ഗ്രീക്കിൽ ഇങ്ങനെ അർത്ഥമുണ്ട്, ഗ്രീക്കിൽ അങ്ങനെ അർത്ഥം, ഒന്നും ഞാൻ പറഞ്ഞില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ എഴുതിയിരിക്കുന്ന വചനം തന്നെയാണ് ഈ വ്യാഖ്യാനിച്ചു പോകുന്നത്. ഓക്കെ, വായിച്ചോ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് കർത്താവ് ചെയ്തത്. ഒന്ന്, പാപത്തിന് ജഡത്തിൽ അനുഭവിക്കേണ്ടിയിരുന്ന ഒരു ശിക്ഷ ഉണ്ടായിരുന്നു. ആ ശിക്ഷ ഈ ജഡത്തിന്റെ അനുരൂപമായ ഒരു ശരീരവുമായി വന്നിട്ട് കർത്താവ് ആ ശരീരത്തിൽ അനുഭവിച്ചു. ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നിങ്ങളിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പൊ എങ്ങനെ നമ്മൾ നീതി നിവൃത്തിയാകുന്ന? ജഡത്തിലൂടെ അല്ല, പിന്നെയോ ആത്മാവിലൂടെയാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ആത്മീക ജീവിതം എന്ന് പറയുന്നത് വിശ്വാസ ജീവിതമാണ്. ക്രിസ്തു എനിക്ക് പകരം വരുന്ന ആ ജീവിതത്തെയാണ് നമ്മൾ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത്. അതാണ് കാഴ്ചയാൽ അല്ലാത്ത ജീവിതം. കാഴ്ചയാലുള്ള ജീവിതം എന്ന് പറയുന്നത് ജഡത്തിന്റെ ജീവിതമാണ്. എന്നാൽ വിശ്വാസത്താലുള്ള ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജീവനാണ്. അപ്പൊ ക്രിസ്തു എങ്ങനെ നമുക്ക് പകരക്കാരനായി വരുന്നത്? നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്തായാലും, ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നെ ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുമ്പോൾ ആ സ്ഥാനത്ത് ക്രിസ്തുവാണ് നിങ്ങൾക്ക് പകരം ജീവിക്കുന്നത്. ഇതൊരു മിസ്റ്ററിയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാനൊരു ശത്രുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്, എന്നെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ എനിക്കതിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ജഡം കൊണ്ട് വരുന്ന എല്ലാ ഹോർമോണുകളും പ്രശ്നമാണ്. അപ്പം ഞാൻ എന്താ പറയുന്നത്? ഐ ഡൈഡ്, ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ മരിച്ചു. ഇതെൻ്റെ ഒരു കൺഫെഷനാണ്. അപ്പം ഈ ക്രിസ്തുവിൻ്റെ മരിച്ചു എന്ന് എപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വരുന്നോ, വിശ്വാസത്തിൽ വരുന്നോ, അപ്പോൾ ഈ ഹോർമോണുകളെല്ലാം അവിടെ നിൽക്കും. നിങ്ങളിത് വിശ്വസിക്കുന്നില്ലായിരിക്കാം, പക്ഷെ എപ്പോഴാണോ ക്രിസ്തുവിലുള്ള വിശ്വാസം നിങ്ങൾക്ക് ജീവനായി മാറുന്നത്, ആ സമയത്ത് നിങ്ങളുടെ ക്രോധം, ദേഷ്യം, അഡ്രിനാലിൻ്റെ റേസ് എല്ലാം പോകും. ഞാനൊരു എക്സാമ്പിൾ പറയാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഞങ്ങളുടെ ചർച്ചയിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കോവിഡായിട്ട് മരിച്ചുപോയി. ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസിക രോഗിയായിരുന്നു. മാനസിക രോഗമായിട്ട് പലപ്പോഴും ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ, സെല്ലുകളിൽ അടയ്ക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. ചില സമയത്ത് അദ്ദേഹത്തിന് ബോധം വരും. അദ്ദേഹം കൺസൾട്ട് ചെയ്യാത്ത സൈക്കാട്രിസ്റ്റുകൾ കേരളത്തിലില്ല എന്ന് പറയാം. അതുപോലെ പുള്ളിയെ പലരും അനലൈസ് ചെയ്യുകയും ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള സൈക്കോട്രിക് പ്രോബ്ലം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിലുണ്ട് ഒന്ന് രണ്ട് പേർക്ക്. ഒരാളെ എനിക്കറിയാം. അപ്പോൾ ഇദ്ദേഹം ഒരു ദിവസം ഈ സുബോധമുള്ള സമയത്ത് ഒരു ട്രാക്റ്റ് കാണുകയാണ്. ആ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്നൊരു വാക്യമാണ്, ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകും. പുള്ളി വിശ്വസിച്ചു, ഞാൻ മരിച്ചു, ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്രേ. ഒറ്റ ഫെയ്ത്തിലൂടെ പുള്ളിയുടെ ആ രോഗം മാറി. ഈ രോഗം മാറിയെന്ന് മാത്രമല്ല, ഒരു എക്സലൻ്റ് കൗൺസിലറായിട്ടും ബൈബിൾ ടീച്ചറായിട്ടും പുള്ളി മാറി. അദ്ദേഹം എന്നെ ചേട്ടാന്നായിരുന്നു വിളിക്കുന്നത്. വന്നപ്പോഴെന്നോട് പറഞ്ഞു, ഞാൻ ചേട്ടാന്നേ വിളിക്കുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞു മതി. ഒരു ദിവസം എൻ്റെ ഭാര്യ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ സർജറി ആയിട്ട് കിടക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ ആണ് കാവലിരിക്കുന്നത്. ഞാൻ ഏതോ ചർച്ചിൽ പ്രസംഗിക്കാൻ പോയിരിക്കുക. അപ്പോൾ പുള്ളി ഇങ്ങനെ വെളിയിരിക്കുകയാണ്. ഇത് ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്, മാത്തമാറ്റിക്സിലൊക്കെ ഭയങ്കര പ്രൊഫഷൻസി ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ICUവിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും, എന്തുകൊണ്ട് വിശേഷം, എങ്ങനെയുണ്ട്, ഡോക്ടർ വന്നോ, കണ്ടോ, എങ്ങനെയുണ്ട് സിറ്റുവേഷൻ?
പുള്ളിക്ക് കുറേ നേരം കഴിഞ്ഞപ്പം പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ ചേട്ടനെ എന്തിനാ കർത്താവ് വിളിച്ചേക്കുന്നത്? ഞാൻ പറഞ്ഞു സുവിശേഷ വേലയ്ക്ക്. എന്നാൽ പിന്നെ ചേട്ടൻ ആ പണി ചെയ്യും. എന്നോട് കർത്താവ് ഇവിടെ ഇരിക്കാനേ പറഞ്ഞേക്കുന്നത്, ഞാൻ ഇവിടെ ഇരുന്നോളാം. അതിനിടയിൽ ഇങ്ങനെ ഫോൺ ചെയ്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്തു. അപ്പോൾ എനിക്ക് ഫോൺ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെ ഫോൺ ചെയ്യും? രാത്രി ഞാൻ പ്രസംഗം എല്ലാം കഴിഞ്ഞ് ഈ മുറിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ പുള്ളി എന്നോട് പറയാം, ചേട്ടാ ഞാൻ രാവിലെ അങ്ങനെ പറഞ്ഞതിനകത്ത് വിഷമമായി. ഞാൻ പറഞ്ഞു ഇല്ല, വിഷമമില്ല. പുള്ളി പറഞ്ഞു അതെന്താണെന്നറിയാമോ, ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം ചേട്ടന് തന്നിട്ടുണ്ടല്ലോ, ഉണ്ട്. അതുപോലെ ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, ഉണ്ട്. ഈ ആത്മാവിനെ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ തന്നെ കൊടുത്ത പോലെ അല്ലേ? അതെ. അത്രയും കൊടുത്ത് സ്നേഹിക്കുന്ന ഒരു ദൈവം അവിടെ ഉള്ളപ്പം ഇടയ്ക്ക് ചേട്ടൻ ഇങ്ങനെ വിളിച്ച് എങ്ങനെയുണ്ട് ചോദിക്കുമ്പം ആത്മാവിനായ അസൂയോടെ കാക്ഷിക്കുന്ന ഒരു ദൈവം ഒന്നും വായിച്ചിട്ടില്ലേ ചേട്ടാ? ഉണ്ട്. അപ്പോൾ ദൈവത്തിന് വിഷമമാകത്തില്ലെന്ന് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സൺഡേ ചർച്ചിൽ പ്രസംഗിക്കാമെന്ന് ചോദിച്ചു. കാരണം എനിക്ക് മനസ്സിലായത് ഇൻസൈറ്റ് ഇല്ലാത്ത ആൾക്ക് ഇത് പറയാൻ പറ്റില്ല. ക്രിസ്തുവിനെ അനുഭവിക്കാത്ത ഒരാൾക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല അത്. അദ്ദേഹം പറഞ്ഞു എനിക്ക് പ്രസംഗിക്കാനൊന്നും പറ്റില്ല, ഞാൻ വേണമെങ്കിൽ നീളത്തിലൊരു സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, 1 മണിക്കൂർ സാക്ഷ്യം പറഞ്ഞോളാം പറഞ്ഞു. പിന്നെ പുള്ളി അനേക സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു, അനേക ആൾക്കാരെ കൗൺസിൽ ചെയ്തു. ഞാൻ കൗൺസിലിങ്ങിൽ വരുമ്പം എന്തെങ്കിലും ഇത്തിരി ടഫ് കേസാണ്, എന്നെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ പുള്ളിയുടെ പേര് പറയായിരുന്നു. കോവിഡ് സമയത്ത് മരിച്ചുപോയി. കോവിഡ് സമയത്ത് മരിക്കുന്ന സമയത്തും ഭയങ്കര കൂളായിരുന്നു. ആ സാധനം പിന്നെ തിരിച്ചു വന്നില്ല. ഏതാ ഈ മാനസിക പ്രശ്നം. ഞാനിത് പറയാൻ കാരണം നമ്മൾ എപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മുടെ ജീവൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നോ, നമ്മൾ പിന്നെ ഒരു ഹോർമോണിൻ്റെ അടിമയല്ല. നമ്മൾ ജീവിക്കുന്നത് ജഡത്താലല്ല, നമ്മുടെ ആത്മാവിനാൽ ജീവിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ ജീവൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ കിടക്കുന്ന വിശ്വാസത്താലാണ്. എത്രവർക്ക് മനസ്സിലായി? ഈ പകരക്കാരനായ യേശു മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരിക്കലും തോറ്റുപോകാത്തതിൻ്റെ കാരണം യേശു വിശ്വാസത്താൽ എനിക്ക് പകരം വസിക്കുന്നു എന്നുള്ളതാണ്. അതായത് എന്നിൽ വസിക്കുന്ന കർത്താവ്. അപ്പോൾ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ വീട്ടിൽ ഭയങ്കര വഴക്കാണ്, ഭാര്യ ഭയങ്കര വഴക്കാണ്, ഭർത്താവ് ഭയങ്കര വഴക്കാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ എനിക്കൊരു പകരക്കാരനുണ്ട്. അതുകൊണ്ട് ഞാനല്ല ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആരാണ്? ക്രിസ്തുവാണ്. ഇതാണ് ഈ സ്നാനത്തിൻ്റെ മീനിങ്. സ്നാനത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ ഒരിത്തിരി പുറകിലാണ്, ഒരു 5 മിനിറ്റ് പുറകിലാണ് ഞാൻ. ക്ലോക്ക് 5 മിനിറ്റ് മുമ്പിലാണ്, അതുകൊണ്ട് കണക്കൂട്ടിയാൽ ഞാൻ 5 മിനിറ്റ് പുറകിലാണ്. ഓക്കെ. സ്നാനത്തിൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റു നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പം നമ്മൾ എന്തിനാ സ്നാനമേറ്റത്? കർത്താവെ നീ മരിച്ചപ്പോൾ ഞാനും മരിച്ചതല്ലേ, അതിൻ്റെ ഷെയർ എനിക്ക് തരാൻ പറഞ്ഞുകൊണ്ടാണ്. പങ്കാളിത്തം, പാർട്ട്ണർഷിപ്പ്. കർത്താവിൻ്റെ മരണത്തിലൊരു പാർട്ട്ണർഷിപ്പ്. ഇതാ ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത്. അല്ല അത് കിട്ടും ഇത് കിട്ടും എന്നുള്ളതല്ല ഫെയ്ത്ത് ലൈഫ്. If you still consider faith as something, some means to obtain worldly glory, you are mistaken, you are deceived. ഫെയ്ത്ത് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയുള്ളതാണ്. ഐ ഡൈഡ്, ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ എന്ന് എൻ്റെ ഹൃദയത്തിൽ ബോധ്യമാകാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഞാൻ മരിച്ചു. ഇപ്പോൾ സ്നാനത്തിൽ അങ്ങനെ പറയുന്നത്. ഞങ്ങൾ രസകരമായ ഒരു അനുഭവം എനിക്കുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്നാനപ്പെട്ട് 7 മാസം കഴിഞ്ഞാണ് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ അമ്മാവനും അമ്മായിയും മകനും 5 പേർ ഒന്നിച്ച് സ്നാനപ്പെടുന്നു. അപ്പോൾ ഈ സ്നാനപ്പെടാൻ വേണ്ടി ഒരു ജീപ്പിൽ ഇങ്ങ് പോകുന്ന വഴിക്ക് ഒരു ഹിന്ദു സഹോദരി ഈ ജീപ്പിനകത്ത് കയറിയായിരുന്നു. എല്ലാവരും സ്നാനപ്പെട്ട് അവസാനം ആൻറ്റി സ്നാനപ്പെട്ടും കയറുന്ന സമയത്ത് ഈ സഹോദരി നെഞ്ചിനിട്ടൊരു 4 അടി ഒരു കരച്ചിലും ഉറക്ക കരഞ്ഞു. അപ്പോൾ ആൻറ്റി ചോദിച്ചു ഞാൻ സ്നാനപ്പെടുന്നതിന് നീ എന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചപ്പം ആ സ്ത്രീ പറയാ, സഹോദരി പറയാണ്, നിങ്ങളാരും ഇനി ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് സഹിക്കാൻ പറ്റിയില്ലെന്ന്. സ്നാനപ്പെട്ടവർക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല ഞങ്ങൾ അവരുടെ കൂടെ ഇല്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ സ്നാനം നോക്കി നിന്നയാൾക്ക് അപ്പം തന്നെ മനസ്സിലായി ഇവർ പോയി. അവിടെ പറയുന്നത് നമ്മൾ സ്നാനത്തിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവൻ്റെ കൂടെ മരിച്ചു. അവൻ്റെ കൂടെ മരിച്ചാൽ തീർച്ചയായിട്ടും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ പങ്കാളിത്തത്തിൽ നമ്മളുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു മരിച്ചപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന അവൻ പുനരുത്ഥാനം ചെയ്ത് എഴുന്നേറ്റപ്പോൾ അവൻ്റെ കൂടെ നമ്മൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാനല്ല ക്രിസ്തു അത്രയെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ് എനിക്ക് ഓരോ സ്ഥലത്തും ജയിക്കാൻ എന്നെ സഹായിക്കുന്നത്. ലോകത്തിൻ്റെ ജയമല്ല, അത് ക്രിസ്തുവിൻ്റെ ജയമാണ്. മനസ്സിലായോ? ഇനി എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ രക്ഷിക്കപ്പെടുന്ന 1994 അപ്പോൾ എനിക്കൊരു പ്രത്യേക തരം ഒരു ജീവിയാണ് ഞാൻ. എൻ്റെ സാക്ഷ്യമെല്ലാം വേറൊരു രീതിയിലാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇത്തിരി വിഷമം തോന്നുമായിരിക്കും, എന്നാലും പറയാണ്, ഞാൻ ഭയങ്കര ഡീസൻ്റായിട്ടുള്ള ഒരാളായിരുന്നു.
വിഷമം തോന്നിയോ? ഇല്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞോന്നറിയില്ല, എന്നെ കുറ്റം ചുമത്താൻ ആരെക്കൊണ്ടും പറ്റത്തില്ലായിരുന്നു. ഒന്നാം തരം പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ആരെങ്കിലും വർത്താനം പറയുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി പേരെഴുതി കൊടുക്കുന്ന ആളായിരുന്നു ഞാൻ. അല്ലെങ്കിൽ സാർമാരാരെങ്കിലും വന്നില്ലെങ്കിൽ പോയി കണക്ക് സാറിനെ വിളിച്ചുകൊണ്ട് വരുന്ന പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പം എന്നെ ആർക്കും ഇഷ്ടമില്ല. എന്നെ ആർക്കും ഇഷ്ടമില്ല എന്നുള്ളത് എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു, കാരണം എനിക്കും ആരെയും ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് കൂട്ടുകാരൊന്നുമില്ല. ഞാൻ ഭയങ്കര ഗമയ്ക്ക് നടക്കുന്നു. അധ്യാപകരുടെ ആളാണ് ഞാൻ, ചാരൻ, ഒറ്റുകാരനാണ്. അപ്പോൾ അധ്യാപകർക്ക് ഭയങ്കര അഭിപ്രായമാണ്. അവർ പിള്ളേരാരെങ്കിലും മോണിറ്ററായിട്ട് തിരഞ്ഞെടുത്താൽ എന്നെയും കൂടെ എന്തെങ്കിലും പോസിറ്റീവ് ഇരുന്നു, കാരണം എന്തെങ്കിലും സംഭവം നടന്നാൽ അറിയണമെങ്കിൽ ഞാൻ വേണം. ഞാനത് എൻജോയ് ചെയ്തിരുന്നു. കാരണം ഞാൻ നീതിമാൻ എന്നുള്ള അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആപ്തവാക്യം. ഒരു തെറ്റിലും പോകരുത്, 9 മണിയാകുമ്പം ക്ലാസ്സിൽ കാണണം. നിങ്ങൾക്കറിയാം, 3 വർഷം ഹൈസ്കൂളിൽ പഠിച്ചിട്ട് എനിക്കൊരു ആഫ്റ്റർനൂൺ മാത്രമേ ലീവുള്ളൂ. ഒരു ദിവസം കോളേജിൽ പോയി, ഞാൻ ഏറ്റവും പുറകിലത്തെ ചാരുബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുക, ചാരിയിരിക്കുക. അപ്പോൾ ടീച്ചർ ഒന്ന് ചോദിച്ചു, എന്താ ചേച്ചി അവിടെ പോയിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് പനിയാണ്. പുള്ളിക്കാർ ചൂടായി. എഴുന്നേറ്റ് വീട്ടിൽ പോകണം, നിനക്ക് വല്ലതും സംഭവിച്ചത് നിൻ്റെ അപ്പനും അമ്മയും ചോദിക്കാൻ വരുന്നത് എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല പറഞ്ഞ് എഴുന്നേറ്റ് ചൂടുമായിരുന്നു. ഞാൻ പോവില്ല, കാരണം നീതി അങ്ങനെ കവിഞ്ഞു പോയിട്ട് എനിക്ക് താങ്ങാൻ വയ്യാത്ത അവസ്ഥയിലോട്ടത് പോയി. അങ്ങനെ ഇരിക്കെ അപ്പോൾ പഠിക്കാൻ എന്നോട് ആരും പറയണ്ട, പുസ്തകം എന്ന് പറഞ്ഞാൽ കൈ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പം ഭയങ്കര അക്കാര്യത്തിൽ ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ സാർമാർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്ക് ആർക്കും എന്നെ കണ്ണിന് കാണാൻ മേലായിരുന്നു. അവരെവിടെയെങ്കിലും പാര വെക്കാനൊരു വഴി ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അത്. അപ്പോൾ ഒരു ദിവസം ഞാൻ രക്ഷിക്കപ്പെടുന്ന ആ ദിവസം, അതിനുശേഷം എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുള്ളൂ. അതിനു മുമ്പ് എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. അന്ന് ഞാൻ കർത്താവിൻ്റെ ഈ കോടതിയുടെ മുമ്പിൽ പോയി നിൽക്കുന്ന ഒരു കാഴ്ച ഇന്ന് ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത് പറയുമ്പോൾ പെർഫെക്റ്റായിട്ട് അതുപോലെ റിക്കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും ഏകദേശം ഞാൻ എൻ്റെ തിയോളജി എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ, ന്യായാധിപ കോടതിയുടെ മുമ്പിൽ പ്രതിക്കൂട്ടി നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ചിന്ത, ഞാൻ ഏറ്റവും നീതിമാനായ ആളാണെന്നാണ്. അപ്പോഴാണ് സാത്താൻ എനിക്കെതിരെയുള്ള ലിസ്റ്റുമായിട്ട് വരുന്നത്. ഇതൊരു കഥയായിട്ട് ഞാൻ അവതരിപ്പിക്കുക. ആ ലിസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ ഇത്രയും ലിസ്റ്റോ എനിക്കെതിരെയോ? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് എന്നെക്കുറിച്ച് ഇത്രയും പറയാൻ? അപ്പോൾ സാത്താൻ ഇങ്ങനെ വായിക്കുകയാണ്, ചേസ് ജോസഫ് എന്ന് പറയുന്നവൻ ഒരു കൊലപാതകനാണ്. ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ വെജിറ്റേറിയനാണ്, തിന്നാൻ വേണ്ടി കൊല്ലരുത് എന്ന് തീരുമാനമുള്ള വീഗൻസ് പോളിസിയാണ്. പാല് കുടിക്കത്തില്ല, മുട്ടയും കഴിക്കില്ല, ഇറച്ചിയില്ല, മീനിലൊന്നുമില്ല. ഞാൻ പറയാണ്, കർത്താവെ, ഞാൻ കോഴിയെപ്പോലും കൊന്നു തിന്നാത്തവനാണ്, എന്നെ കൊലപാതകൻ നീ വിളിച്ച തെറ്റാണ്. അപ്പോൾ കർത്താവ് പറയാണ്, നീ കോഴി എത്ര എണ്ണത്തിന് വേണമെങ്കിലും കൊന്നു തിന്നോ, പക്ഷെ സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം ഇവിടെ കൊലപാതകനായിട്ടാണ് എൻട്രി ചെയ്തിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ എന്നെപ്പോലെ സഹോദരന്മാരെ പകച്ചിട്ടുള്ള ഒരാൾ പോലുമില്ല. ഞാൻ കാരണം പഠിത്തം നിർത്തി പോകേണ്ടി വന്നവരുണ്ടായിട്ടുണ്ട്. എനിക്ക് സന്തോഷം അവർ പോകുമ്പം പോട്ടെ എന്നാണ്. ഞാൻ പിന്നെ അടുത്ത കാലത്ത് ഫേസ്ബുക്കിലൊക്കെ നോക്കി അവന് ജീവനോടുണ്ടോ സമാധാനം, അവരെല്ലാം രക്ഷപ്പെട്ടു പോയി എന്നുള്ളതിനകത്തൊരു ആശ്വാസമുണ്ട്. അവസാനം സാത്താൻ പറഞ്ഞു, ഇവൻ വ്യഭിചാരിയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവെ, പ്രേമിക്കാൻ പോലും പറ്റിയിട്ടില്ല. പിന്നെ എന്താണ്, ഞങ്ങൾ പ്രീ ഡിഗ്രി വരെ പഠിച്ചത് മെൻസൊള്ളി കോളേജിലും സ്കൂളിലുമാണ്, ഹൈസ്കൂളിലൊക്കെ. അപ്പോൾ കർത്താവ് പറഞ്ഞു, അതൊന്നും നീ ചെയ്യണ്ട, സ്ത്രീയെ മോഹിക്കേണ്ടതിനോട് നോക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്തു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും എല്ലാവിധ പാപങ്ങളിലും എൻ്റെ പേര് ആദ്യം ഉണ്ട്. ഇതെല്ലാം കൂടെ വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൺട്രോൾ പോയി. എനിക്ക് മനസ്സിലായി, ഞാൻ പോക്കാണ്, ദൈവത്തിൻ്റെ നീതിയുടെ മുമ്പിൽ ഞാൻ പോക്കാണ്. അവസാനം കർത്താവ് പറഞ്ഞു, ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നീ ഒരു വിഗ്രഹാരാധിയാണ്. ഞാൻ പറഞ്ഞു, അതിലെങ്കിലും എനിക്കൊരു ഇത്തിരി ക്രെഡിറ്റ് താ, ഞാൻ വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച ആളാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ 2-3 പിള്ളേരുണ്ടായിരുന്നു, അവരും വിഗ്രഹങ്ങൾക്കെതിരെ ഒരു മൂവ്മെൻറ്റ് പോലായിരുന്നു, ഇത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ. എന്നിട്ട് എന്നെ വിഗ്രഹാരാധന എന്ന് വിളിച്ചപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ വിഗ്രഹാരാധി അല്ല. കർത്താവ് പറഞ്ഞു, നീ തന്നെയാണ് നിന്റെ വിഗ്രഹം. ഇതിനെ ആൾക്കാരെ കൊണ്ട് വണങ്ങിപ്പിക്കാൻ വേണ്ടി നീ കാണിക്കുന്ന പരിപാടികൾ എല്ലാം മനുഷ്യരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ നീതിമാന്മാരായി അഭിനയിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹത്തെ എഴുന്നള്ളിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ട് വെക്കുകയാണ്, വണങ്ങടാ എന്ന് പറയാണ്. അപ്പോൾ ഞാൻ നിലവിളിച്ച്, ആ നിലവിളിയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ കർത്താവിൻ്റെ പറഞ്ഞു, എൻ്റെ കർത്താവേ, നീ എന്നെ നോക്കിയാൽ പാപമല്ല അതൊന്നും കാണാൻ പോവില്ല, അതുകൊണ്ട് നീ എന്നെ വിട്ടേക്ക്, നരകത്തിലേക്ക് തന്നെ വിട്ടേക്ക്, എനിക്ക് നരകമല്ലാതെ വേറെ ഒന്നിനും അർഹതയില്ല, അടുത്ത ആളുടെ അടുത്തോട്ട് പൊക്കോ, ഐ വിൽ ഗോ ടു ഹെൽ. കർത്താവ് പറഞ്ഞു, നീ നരകത്തിൽ പോകണ്ട. ഞാൻ എന്താ, നിനക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ്
എൻ്റെ മകൻ ക്രൂശിലോട്ട് പോകുന്ന വഴിക്ക് പീലാത്തോസ് അവനോട് പറഞ്ഞു, വേണമെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം, നീ ഒന്ന് നിഷേധിച്ചാൽ മതി, എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താം. അപ്പോൾ കർത്താവ് നിന്നെ ഓർത്തിട്ട് പറഞ്ഞു, ഇല്ല, അവൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ മരിച്ചേക്കാം എന്ന കർത്താവ് തീരുമാനിച്ചുകൊണ്ട് നീ മരിക്കണ്ട, നിന്റെ മരണം ഞാൻ അക്കൗണ്ട് ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ നന്ദി, ഇതിലും വലിയൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ നടക്കാനില്ല. കാരണം ഗോഡ് ലവ്സ് മീ. ഇത്രയും വലിയ പാപിയെ ദൈവം സ്നേഹിക്കുന്നു, അംഗീകരിക്കുന്നു, നീതിമാനെന്ന് വിളിക്കുന്നു. ഒരർഹതയുമില്ലാത്തടത്ത് നീതിമാൻ എന്ന ശബ്ദം കേൾക്കുന്നു. അപ്പം ഞാൻ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു കാര്യവും കൂടെ ഉണ്ട്. അവൻ നീതിമാൻ എന്ന് എൻ്റെ നെറ്റിയിൽ എഴുതിയിട്ട് പറഞ്ഞു, ഇത് നിന്റെ നീതിയല്ല, നിനക്ക് വേണ്ടി അനുസരിച്ച കർത്താവിൻ്റെ നീതിയാണ്. ഇനി നീ ജീവിക്കുമ്പോഴെല്ലാം ഓർത്തോണം, നിന്റെ പാപമല്ല, നിനക്കൊരു പകരക്കാരനുണ്ട്, അവൻ്റെ നീതിയാണ് നീ വിശ്വാസത്താൽ ജീവിക്കേണ്ടത്. അപ്പോൾ ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിൻ്റെ നീതി നമുക്ക് അനുഭവമാകുന്നതാണ്. അതിനെയാണ് നമ്മൾ ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും കിട്ടും എന്നുള്ള വിശ്വാസമല്ല, അത് ഭയങ്കര ബോഷത്വമാണ്. പ്രിയ സഹോദരങ്ങൾ, ഏത് സാഹചര്യത്തിലും യേശു ആരായിരിക്കും, എന്തായിരിക്കും, എന്തു പറയും, അതാണ് നീതി, അതാണ് ദൈവത്തിൻ്റെ നീതി. ആ നീതി നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ പറ്റുള്ളൂ. ആത്മാവ് അത് വെളിപ്പെടുത്തി തരുന്ന തലത്തിലേക്ക് ദൈവം നിങ്ങളെല്ലാവരും നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.